بسم الله الرحمن الرحيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. പ്രിയങ്കരായ സഹോദരന്മാരെ, സഹോദരികളെ, ആദർശ കുടുംബം, അതിലൂടെ സംതൃപ്ത കുടുംബം, ഇതാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ള വിഷയം. പിറകിലിരിക്കുന്നവരിങ്ങോട്ട് ഉള്ളിലേക്ക് കയറിയിരുന്നോളൂ. മാനസികമായ ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരടയാളം കൂടിയാണ് അടുത്തിരിക്കുക. എന്തിനാണ് പുറകോട്ട് പോകുന്ന എല്ലാ കാര്യത്തിലും മുന്നിലേക്ക് വരിക. അപ്പോൾ മുന്നോട്ട് കയറിയിരുന്നോളൂ. വല്ല പ്രയാസവും ഇവിടെ ഇരിക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം, ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാരിയിരിക്കുക. അല്ലെങ്കിൽ മാക്സിമം ഒരു ഇസ്ലാമിക സദസ്സിൻ്റെ മര്യാദ, അതിന് പുണ്യമുണ്ട്, ആ പുണ്യം നഷ്ടപ്പെടുത്താതിരിക്കുക. പിന്നെ തൊട്ടടുത്തിരിക്കുമ്പോൾ മാനസികമായി ഒരു ഐക്യം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, അടുത്തിരിക്കുന്നവരുമായി നമുക്കൊരു ബന്ധമുണ്ടാവും. വളരെ ചുരുക്കി സംസാരിക്കാനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. ഇശാ നമസ്കാരത്തിന് മുമ്പായി ക്ലാസ് അവസാനിക്കണമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചു. മഹനീയമായ ഘടന നൽകി മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിൽ അള്ളാഹു നിയമങ്ങൾ അവതരിപ്പിച്ചു. ഇതര ജീവവർഗങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേകത മനുഷ്യന് അള്ളാഹു നൽകുകയുണ്ടായി. എന്നിട്ട് മനുഷ്യനോട് അള്ളാഹു പറഞ്ഞു, നിനക്ക് മരണവും ജീവിതവും നൽകിയിട്ടുള്ളത് നിന്നെ പരീക്ഷിക്കാനാണ്. എന്ത് പരീക്ഷിക്കാനാണ്? അയ്യക്കും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ്
പണക്കാരൻ ആരാണ്, വെളുത്തവൻ കറുത്തവൻ എന്നൊന്നും പരിശോധിക്കാനല്ല. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കി പോകണം. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. ഇന്ന ജഅൽന മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് വിശുദ്ധ ഖുർആനിലെ ഈ വചനം മനുഷ്യനോട് പറയുന്നത്, ഈ ഭൂമിയെ അല്ലാഹു അലങ്കാരമുള്ളതാക്കി, വിശേഷപ്പെട്ടതാക്കി, ആകർഷണത്വമുള്ളതാക്കി. എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ പരീക്ഷിക്കാനാണ്. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ. വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. അപ്പൊ ഈ ഭൂമിയെ അല്ലാഹു അലങ്കാരമാക്കി നിർത്തിയിരിക്കുന്നത്, അട്രാക്ഷൻ ഉള്ളതാക്കി നിർത്തിയിരിക്കുന്നത്, ശാശ്വതമായി ഇവിടെ ജീവിച്ച് ഇതിന്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും കഴിഞ്ഞുകൂടാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതൊക്കെ അല്ലാഹു നിങ്ങൾക്കൊരു പരീക്ഷണമാക്കിയിരിക്കാൻ. നിങ്ങൾക്കറിയാം 18-ാം അധ്യായത്തിലെ 46-ാമത്തെ വചനത്തിൽ പറയുന്നത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. സന്താനങ്ങളും സമ്പത്തും ഒക്കെ ദുനിയാവിലെ അലങ്കാരങ്ങളാണ്. ഇതെല്ലാം ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. വിശുദ്ധ ഖുർആനിലെ 60-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മരണവും ജീവിതവും നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് പരീക്ഷിക്കാനാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും ഉത്തമമായ അമലുകൾ ചെയ്ത് അള്ളാഹ്ക്ക് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് ഞാൻ വളർന്നിട്ടുണ്ടോ, നമ്മളിൽ ഓരോരുത്തരും വളർന്നിട്ടുണ്ടോ? ഇതിൻ്റെയൊക്കെ അപ്പുറത്ത്, ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഒക്കെ അപ്പുറത്ത്, അതാണ് എൻ്റെ മനസ്സിനെയും നിങ്ങളുടെ മനസ്സിനെയും ഏറെ സ്വാധീനിക്കേണ്ട ഒരു കാര്യം. ഇതൊന്നുമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പം എല്ലാ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ ഇരിക്കുന്ന എല്ലാവർക്കും കഴിയില്ല. ജോലിയുടെ സമയത്തിന്റെ വ്യത്യാസം അനുസരിച്ച് സൗകര്യമുള്ള ക്ലാസ്സുകൾക്കൊക്കെ ആത്മാർത്ഥമായി പങ്കെടുക്കുന്നവരാണ് ഈ ഇരിക്കുന്നവരൊക്കെ. പല ആളുകളും ഒരു ക്ലാസ് അല്ലെങ്കിൽ വേറൊരു ക്ലാസ്സിൽ, ഒരു സമയത്ത് അല്ലെങ്കിൽ വേറൊരു സമയത്ത് ക്ലാസ് പങ്കെടുക്കുന്നവരാണ്. ഇതൊന്നുമില്ലാത്തൊരു വലിയ ജനവിഭാഗം ഇവിടെയുണ്ട്. മലയാളികളായ, മുസ്ലിങ്ങളായ, നമ്മുടെ കുടുംബത്തിൽ തന്നെ പെട്ട, നമ്മുടെ ഏറ്റവും വലിയ രക്തബന്ധമുള്ള പല ആളുകളും ഇങ്ങനത്തെയിലൊന്നും സഹകരിക്കാത്തൊരു വലിയ ജനവിഭാഗം ഇവിടെയുണ്ട്. അവരുടെ മരണത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കും. എന്തായിരിക്കും അവരുടെ അവസ്ഥ? അപ്പൊ നമുക്കൊക്കെ ആശ്വസിക്കാൻ, പടച്ചവനെ കുവൈത്തിൽ വന്നു, ജോലി തിരക്കിനിടയിൽ നല്ല നിലയിൽ അത്യാവശ്യം 5 നേരം കറക്റ്റായിട്ട് നിസ്കരിക്കുന്നുണ്ട്, ദീനീ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഈ വക കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും സംബന്ധിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. പടച്ചവനെ ഞാനിതൊന്നും പ്രതീക്ഷിച്ചതല്ല, പക്ഷെ എല്ലാം നിന്റെ ഒരു ഖുദ്റത്ത്, നിന്റെ ഒരു അനുഗ്രഹം എന്ന് നമുക്കൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഇതൊന്നുമില്ലാത്ത ഒരു വലിയ ജനവിഭാഗം ജോലി കഴിയുന്നു, റൂമിൽ വരുന്നു, ഇട്ട ഡ്രസ്സൊന്ന് മാറ്റി വെക്കുന്നു, ഒന്ന് കുളിക്കുന്നു, വേണമെങ്കിൽ ഒരു ചെറിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ മേശയിലെ ആ ടിവിയുടെ മുമ്പിലിരുന്ന് ചാനൽ മാറ്റി, അങ്ങനെ ഓരോ ചാനലിൽ നിന്ന് ചാനലിലേക്ക് മാറി, നിസ്കാരം പോലും മറന്നുപോയി, എത്രയോ ലേറ്റായി കിടന്നുറങ്ങി, സുബൈക്ക് പോലും എഴുന്നേൽക്കാത്ത ഒരു വലിയ ജനവിഭാഗമുണ്ട്. അപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യ പല ആളുകൾക്കുണ്ടാവും, മക്കളുണ്ടാവും, ഒരു നല്ല ദീനീ കുടുംബവും ഒരു നല്ല അന്തരീക്ഷവും പലപ്പോഴും നമുക്ക് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഒരുപാട് അധ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ. അവിടെയാണ് ഒരു ആദർശ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. എന്താണ് നമ്മുടെ ആദർശം? മുസ്ലിങ്ങളുടെ ആദർശം എന്താണ്? മറ്റൊരു ജനവിഭാഗത്തിനും എത്തിപ്പിടിക്കാനാവാത്ത മഹനീയമായ ഒരാശയവും ഒരാദർശവും ഉണ്ട് നമുക്ക്. അലദ്ദീനി കുല്ലിഹി. വിശുദ്ധ ഖുർആൻ 2 ഇടങ്ങളിൽ മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. എല്ലാ ദർശനങ്ങളെയും അതിജയിക്കുന്ന, വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫിലെ 8-9 വചനങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഈ പ്രയോഗം. അതുപോലെ സൂറത്തു തൗബയിലെ 31-32 വചനങ്ങളിലൂടെ കടന്നുപോയാലും കാണാം, അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ. മുശ്രിക്കുകൾക്ക് എത്ര തന്നെ എതിർപ്പായാലും, കാഫറുകൾ എത്ര തന്നെ അതിനോട് വിമുഖത കാണിച്ചാലും, വെറുപ്പ് പ്രകടിപ്പിച്ചാലും, അതിനെയൊക്കെ അതിജയിക്കുന്ന ഒരു ദർശനവുമായിട്ടാണ് അള്ളാഹു ഇസ്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചതും അങ്ങനെയൊരു മതത്തിന്റെ അനുയായികളുമാണ് നമ്മൾ. ആദർശം എന്ന് പറയുന്നത് ഗഹനമായി പഠിക്കേണ്ട ഒന്നാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദർശം എന്നത് വളരെ ഗഹനമായി നമ്മൾ പഠിക്കേണ്ട ഒന്നാണ്. എന്താണ് ശരിക്ക് ആദർശം? നമ്മളുടെ എല്ലാവർക്കും ഉണ്ട് ഒരു ആദർശം, എല്ലാവർക്കും ഉണ്ട് കുറെ ആദർശങ്ങൾ. ആദർശങ്ങളിൽ മഹനീയമായതുണ്ട്, ആദർശങ്ങളിൽ മഹനീയമല്ലാത്തതുമുണ്ട്.
എന്താണ് നമ്മുടെ ആദർശം? നമ്മുടെ ആദർശം എങ്ങനെയാണ് രൂപപ്പെടുക? എന്തിലൂടെയാണ് നമ്മുടെ ആദർശം രൂപപ്പെടേണ്ടത്? ഈ കാര്യങ്ങളിൽ വലിയൊരു പിടിപാടൊന്നും മുസ്ലിം ഉമ്മത്തിനില്ല. ഉസ്താദുമാര് പറയുന്നു, കാക്കക്കാരന്മാരെ ആചരിക്കുന്നു, നാട്ടാചാരമായി ഇങ്ങനെ തുറന്നു പോരുന്നു, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കുറെ വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥാവിശേഷം നമുക്കിടയിലുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ കണിശമായി വിശദീകരിച്ചു തരുന്ന ഒരാശയമുണ്ടല്ലോ, ഒരു ആദർശമുണ്ടല്ലോ. പ്രവാചകന്മാരിലൂടെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട വ്യക്തമായ ഒരാദർശമുണ്ട് നമ്മുടെ മുമ്പിൽ. ആ ആദർശം എത്ര കണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ എന്നത് ഗഹനമായി ആലോചിക്കേണ്ടത് തന്നെയാണ്. അഗാധമായി ചിന്തിച്ചിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്നത് ഒരു വലിയ നഷ്ടമാണ് നമുക്ക് ഈ രംഗത്തൊക്കെ. ഒന്ന്, നിങ്ങൾ നോക്കി, ഇന്ന് സൂറത്ത് ബഖറയിലെ 124 മുതലുള്ള വചനങ്ങളാണ് ഇമാം എന്നിവിടെ നമ്മൾ ഓതിക്കേട്ട. ആ വചനങ്ങളിൽ പോലും എന്തൊക്കെ കാര്യങ്ങളാണ് ഇബ്രാഹിം നബിയെ അള്ളാഹു തെരഞ്ഞെടുത്തത്. എല്ലാ കാര്യങ്ങളും അള്ളാഹ് ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും എല്ലാം പൂർത്തിയാക്കിയ, കടമകൾ പൂർത്തിയാക്കിയ ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹു ഒരു മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെട്ട എല്ലാ റിസൾട്ടും, അങ്ങനെ ഉണ്ടാവുമല്ലോ, പോസിറ്റീവായ എല്ലാ റിസൾട്ടും അത് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബിയെ തിരഞ്ഞെടുക്കുകയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് നിങ്ങൾ പിന്തുടരണമെന്ന് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആദർശം അന ദഅവതു അബി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ എന്റെ പിതാവിന്റെ പ്രാർത്ഥനയുടെ റിസൾട്ടാണ് ഞാൻ. അതാണ് ഇന്ന് ഓതിക്കട്ട 129-ാമത്തെ വചനത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ആവശ്യപ്പെട്ടു. റബ്ബന വബഅസ് ഫീഹിം റസൂല എന്ന് പറഞ്ഞു, റസൂലിനെ നിയോഗിക്കണം. യത്ലു അലൈഹിം ആയാതി, അവർക്ക് നിന്റെ ആയത്തുകൾ വിശദീകരിച്ചു കൊടുക്കുന്ന, വയുസക്കീഹിം, അങ്ങനെ അവരെ സംസ്കരിച്ചെടുക്കുന്ന, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന ഒരവസ്ഥാവിശേഷമുള്ള ഒരു പ്രവാചകനെ നീ നിയോഗിക്കണം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യന്റെ മുമ്പിൽ വ്യക്തവും കണിശവുമായ ഒരാദർശവും ഒരു രീതിയും പഠിപ്പിച്ചെന്നുണ്ട് ഏത് കാര്യങ്ങളിലും. നമ്മൾ നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എനിക്കൊരു മകനുണ്ടായി, ഞാൻ അവനെ ഇബ്രാഹിം എന്ന് പേരിട്ടു. എന്റെ പിതാവിന്റെ നാമകരണം ചെയ്തു, ഞാൻ ഇബ്രാഹിം എന്ന് ഞാൻ എന്റെ മകന് പേരിട്ടു. ആ ഇബ്രാഹിം മരിക്കുന്ന രംഗമൊക്കെ ഹദീസുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മകനുണ്ടായപ്പോ നബി ഒന്നും ആലോചിച്ചില്ല. ഭർത്താവിന്റെയും ഭാര്യയുടെയും 9 ഭാര്യമാരുടെയും അല്ലെങ്കിൽ പല ഭാര്യമാരുടെയും പേരിന്റെ ആദ്യാക്ഷരം അവസാനാക്ഷരം ഭർത്താവിന്റെ വേറൊരക്ഷരം ഒന്നും തെരഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തെരഞ്ഞെടുക്കാൻ റസൂൽ കാത്തിരുന്നില്ല. വേഗത്തിൽ ഇബ്രാഹിം എന്ന് പേരിടുക. നമുക്ക് അവിടെ പോലെ എന്താണ്, മുജാഹിദുകളായ സെലഫികളായ അല്ലെങ്കിൽ നല്ല മതത്തിന്റെ ആളുകൾ എന്ന് പറയുന്ന നമുക്ക് പോലും ഒരു പേര് തിരഞ്ഞെടുക്കാൻ ശരിക്കും ഇസ്ലാമിൽ ഒരുപാട് പേരുണ്ട്. എത്ര 25 അമ്പിയാക്കളുടെ പേര് ഖുർആനിലുണ്ട്. എത്ര ആളുകൾ അമ്പിയാക്കളുടെ പേര് തിരഞ്ഞെടുക്കാൻ ആലോചിച്ചിട്ടുണ്ട്? അല്ല, നമ്മുടെ മനസ്സ് തട്ടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അബ്ദുള്ള അബ്ദുറഹ്മാൻ നല്ല പേരാണ്. അബ്ദുശംസ്, നിന്റെ പേരെന്താന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറഞ്ഞു അബ്ദുശംസ് എന്നാണ്, സൂര്യന്റെ അടിമ. റസൂൽ പറഞ്ഞില്ല, അങ്ങനെയല്ല, അബ്ദുറഹ്മാൻ എന്ന് ഞാൻ നിനക്ക് പേരിട്ടിരിക്കുന്നു. അബൂ ഹുറൈറയുടെ ഒറിജിനൽ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാമകരണം ചെയ്തത് അബ്ദുശംസ് എന്നായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ അബൂ ഹുറൈറയുടെ പേര്. ആ പേര് കേട്ട അബ്ദുശംസ് എന്ന് പറഞ്ഞപ്പോ തന്നെ റസൂൽ പറഞ്ഞു, അങ്ങനെയല്ല, നിന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അബ്ദുള്ള, അബ്ദുറഹ്മാൻ എന്നൊക്കെയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. എന്നാൽ നമുക്കൊക്കെ ഉള്ള പേരുകൾ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലേ? ഉണ്ട്, ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു ആൺകുട്ടി ജനിച്ചാൽ എന്റെ മോൻ അബ്ദുള്ള എന്ന് പേര് കിടക്കട്ടെ, അല്ലെങ്കിൽ എന്റെ മോൻ അബ്ദുറഹ്മാൻ എന്ന്. കാരണം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹിന്റെ ഇഷ്ടം, പടച്ചവന്റെ ഇഷ്ടം. പടപ്പുകളുടെ ഇഷ്ടത്തിന്റെ പിന്നാലെ പോകുന്നവരാണ് ലോകത്ത് പല ആളുകളും. പടപ്പുകളുടെ ഇഷ്ടത്തിന്റെ പിന്നാലെ പോകുന്നവരാണ് ഇന്നത്തെ മുസ്ലിം സമുദായത്തെ തന്നെ നിങ്ങൾ നോക്ക്. ഞാൻ ഇന്നലെ ഒരു കേസറ്റ് ഇങ്ങനെ വെറുതെ, ഒരു പുരോഹിതന്റെ കേസറ്റ്, ഒരു മുസ്ലിയരെ കേസറ്റ്, അത് തുടങ്ങിയത് മുതൽ ഒടുങ്ങുന്നവരെ ഒരു 2-2.5 മണിക്കൂർ നീണ്ടുക്കുന്ന ഒരു പ്രസംഗം. അത് മുഴുവനും കാന്തപുരത്തിന്റെ മധു പറയുന്നു. ഞാൻ വച്ചൊക്കെ പറയാം ഞങ്ങളോട്, കാന്തപുരത്തിന്റെ മധു, ഒരു നബീന്റെ പേരിലില്ല, ഒരു ഇസ്ലാമികമായ ഒരു ഹദീസ് അതിലില്ല. കാന്തപുരത്തിനെ മാറ്റപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ പറയാം, ഓരോ കാര്യങ്ങൾ, ഒരു വ്യക്തിയെ അതിനുവേണ്ടി മാത്രം കുറെ കൗമ
അയാൾക്ക് വേണ്ടി സ്വപ്നം കാണാൻ ഒരു ടീം, അയാൾക്ക് വേണ്ടി മധു പറയാൻ ഒരു ടീം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മനുഷ്യന്റെ ഈ നാഷണൽ വേസ്റ്റുകൾ ഈ ഭൂമിയിൽ അല്ല ഈ സമൂഹത്തൊക്കെ നമുക്കൊരു പരീക്ഷണമാക്കിയാണ്. ശരിക്കും ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷണം എന്ന് പറയുന്നത് ഞാൻ ഈ പേര് പറഞ്ഞ ആളായിരിക്കും. ലോകത്ത് നിന്ന് വലിയൊരു പരീക്ഷണമാണ് മുസ്ലിം സമൂഹത്തിന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹത്വമേറിയ ഒരു മതം. ആ മതത്തിൽ ഒരുപാട് പ്രവാചകന്മാരുടെ കഥ പറയാനുണ്ട് നമുക്ക്, അമ്പിയാക്കളുടെ കഥ പറയാനുണ്ട് നമുക്ക്, ലോകത്ത് സ്വഹാബത്തിന്റെ കഥ പറയാനുണ്ട് നമുക്ക്. നിങ്ങൾ ആലോചിച്ചു, അതിനൊന്നും മനുഷ്യന് സമയമില്ല. ഞാൻ പറഞ്ഞല്ലോ 25 പ്രവാചകന്മാരുടെ പേര്, അനവധി സ്വഹാബിമാരുടെ, ലക്ഷക്കണക്കിന് സ്വഹാബിമാരുടെ, താബീകളുടെ, ഇവരുടെയൊക്കെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നല്ല ഒരു ചരിത്രം. ലോകത്തിന്റെ ചരിത്രത്തെ അടി മുതൽ മുടി വരെ മാറ്റി പ്രതിഷ്ഠിച്ച വലിയൊരു ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം. നിങ്ങൾക്കറിയാം, ഗോർഡൻ ചൈൽഡ് ഭൗതികവാദിയായിരുന്നു. വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിന്റെ ആ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് ഭൗതികവാദിയായ, നിരീശ്വരവാദിയായ, ഇസ്ലാമിനെ അംഗീകരിക്കാത്ത ഗോർഡൻ ചൈൽഡ് പോലും പറയാൻ, മുഹമ്മദ് സൃഷ്ടിച്ച ഒരു വിപ്ലവം എന്നത് മാനവ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു വിപ്ലവമാണ്. അതൊരു വല്ലാത്ത വിപ്ലവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടിച്ച വിപ്ലവം എന്നത് വലിയ വിപ്ലവമായിരുന്നു. ആ വിപ്ലവം എന്തായിരുന്നു? മഹനീയമായ ഒരു ആദർശത്തിൽ തുടങ്ങിയ ഒരു വിപ്ലവം, വമ്പിച്ച ഒരു ആദർശം ജനസമൂഹത്തിന്റെ മുമ്പിൽ വെച്ചു കൊടുത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നത്. ഏതൊരു നിമിഷത്തിലെ ആദർശം എന്ന് പറയുന്ന അതാണ്. ഏതൊരു നിമിഷത്തിലെ വ്യതിയാനങ്ങളെയും ശക്തമായി വീക്ഷിച്ച ഒരു ആചാര്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ തന്നെയും വ്യത്യസ്ത ചിന്തകളുള്ള ആളുകളാണ്. പല കാര്യങ്ങളോടും നമുക്കുള്ളൊരു പ്രതികരണം ഒന്നുകിൽ ഒരു മന്ദഗതിയിൽ, ഒരു വലിയ ശിർക്ക് നടന്നു എന്ന് കേട്ടാൽ അതൊന്നും വലിയൊരു കാര്യമായി എടുക്കാത്ത, എന്നാൽ അതല്ലാത്ത ഏതെങ്കിലും ഒരു ഭൗതിക കാര്യങ്ങൾ നടന്നാൽ വല്ലാതെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇസ്ലാമിലെ ഒരു ആദർശം രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ റോൾ മോഡൽസ് നമുക്ക് മാതൃകയാക്കാൻ ഒരുപാട് ആളുകളെ മാതൃകയാക്കുന്ന പല ആളുകളുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു ചെറിയ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ആരാണ് നിങ്ങളുടെ മാതൃക എന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട്, കേരളത്തിലെ മുസ്ലിമായ അള്ളാന്റെ അടിമ എന്ന പേരുള്ള വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കുന്ന, ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ? യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ മറുപടി, എന്റെ റോൾ മോഡൽ അള്ളാന്റെ റസൂലാണ്. സ്വാഭാവികമായും ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്റെ റോൾ മോഡൽ മുഹമ്മദ് നബിയ എന്ന് പറയുമ്പോൾ ചോദ്യകർത്താവായ മുസ്ലിം തീർച്ചയായും ചോദിക്കും, അത് എന്തുകൊണ്ടാണ്? അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയാൻ ഒരു നല്ല ചാൻസ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും കാണുന്ന ചാനലിൽ കിട്ടുകയാണ്. അയാളെ വേഗത്ത് പറഞ്ഞു, എന്റെ വാപ്പയാണ്. അയാൾക്ക് അയാളുടെ വാപ്പ മാതൃക, നമുക്കൊക്കെ മാതൃകയാകാം. പക്ഷെ അടിസ്ഥാനപരമായി നമ്മുടെ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എല്ലാ കാര്യത്തിലും മാതൃക. സാധാരണഗതിയിൽ നിങ്ങൾ നോക്ക്, ജീവിതത്തിന്റെ വ്യത്യസ്തമായ അവസ്ഥകളെ അഭിമുഖീകരിക്കുമ്പോഴൊക്കെ നമ്മൾ സ്വീകരിക്കുന്ന ചില സമീപനങ്ങൾ, ആ സമീപനങ്ങളിൽ പോലും നമുക്ക് ആദർശമില്ലാത്ത ഒരുപാട് സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കല്യാണ വീട്ടിൽ ചെല്ലുക. ക്ഷണിതാവായി, ക്ഷണിക്കപ്പെട്ട ആളായി കല്യാണ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലും. അപ്പൊ അവിടെ ചെറിയ പെൺകുട്ടികൾ അവിടെ ഇരുന്നിട്ട് പാടുന്നുണ്ട്, വാദ്യോപകരണങ്ങളില്ലാതെ അവരുടെ വായ കൊണ്ട് അവര് ഒരു പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാട്ടിൽ പല ആശയങ്ങളുണ്ടായിരുന്നു. ഒന്ന് ബദറിൽ പങ്കെടുത്തവരുടെ പുരീശ പറയുന്നുണ്ടായിരുന്നു പലതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോ ആ കുട്ടികൾ പാടുകയാണ്, വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെയുടെ കാര്യം അറിയുന്ന ആളാണ് ഈ നബി എന്നാണ് അവർ പാടുന്നത്. സ്വാഭാവികമായി നിങ്ങൾ ആലോചിക്കണം, ഞാനിത് വളരെ ഹൃദയം തുറന്ന് സ്നേഹത്തോടു കൂടി പറയണം, പ്രവാചക തിരുമേനി ഒരു സമസ്തക്കാരനായിരുന്നില്ല. ഞാനത് അങ്ങനെ തന്നെ പറയും. കേരളത്തിലൊക്കെ നമുക്കറിയാം, ഒരു ഔലിയനെ, ഒരു തങ്ങളെ അല്ലെങ്കിൽ ഒരു ബീവിയെ കുറിച്ച് നാളെയുടെ കാര്യം അറിയും എന്നവർ പറഞ്ഞാൽ ഈ സമൂഹം ഒന്നിച്ച് ഏറ്റുപിടിക്കുകയാണത്. ആ കാര്യം ഏറ്റുപിടിക്കുകയും അവർക്ക് നാളെയുടെ കാര്യം അറിയും, ഒരു ഭാവി അറിയും, 10 കൊല്ലം അപ്പുറത്തേക്കുള്ള അവരറിയും എന്ന് വിശ്വസിക്കുന്ന ഒരു മൈൻഡാണ് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കല്യാണ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ എന്ന് പാടിയപ്പോൾ അത് കേട്ട ആ സെക്കൻഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്. എല്ലാവരും മനസ്സിലായിക്കൊള്ളി, വ്യത്യസ്ത ചിന്തകളുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാവും. പരലോകത്തെ ഓർത്തിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്പോട്ടിൽ വെച്ചിട്ട് എന്താ പാടിയെന്ന് ചോദിച്ചു. മേലിൽ അത് പാടരുത് എന്ന് പറയും. നാളെയുടെ കാര്യം അറിയാനുള്ള കഴിവ് അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ഭാവി കാര്യം അറിയുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ നോക്ക്, കോഴിക്കോട് ജില്ലയിലെ പന്നിങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുഖാമുഖം നടക്കുകയാണ്. പുരോഹിതന്മാര് നേതൃത്വം നൽകുന്ന ഒരു മുഖാമുഖം. അതിലൊരു ചെറിയ കുട്ടിയുടെ ചോദ്യത്തിന് ഒരു സക്കാഫി എഴുന്നേറ്റ് എന്ന് പറയാൻ,
ഖിയാമത്ത് നാള് എന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. പക്ഷെ നബി പറഞ്ഞില്ല, നബി മൂടി വെച്ചു. പറയരുത് എന്ന് റബ്ബിന്റെ കൽപ്പനയുണ്ട്. നബിക്ക് അറിയാം, ആ അറിഞ്ഞത് പറയരുത് എന്ന് റബ്ബിന്റെ കൽപ്പനയുണ്ട്. രണ്ട് ഉഗ്രമായ നുണയാണ് ഈ പുരോഹിതൻ മനുഷ്യനെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിനെതിരായ രണ്ട് നുണ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞതിനെതിരായ നുണ. ഒന്ന്, ഖുർആനിലെ 7-ാം അധ്യായം 187-ാമത്തെ വചനത്തിൽ ഖിയാമത്ത് നാളിനെ കുറിച്ച് താങ്കളോട് അവർ ചോദിക്കുന്നു. പറയുക പ്രവാചക, ആ വിഷയത്തെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രമാണ്. നോക്കൂ, ഒരു സഖാഫി മർക്കസു സഖാഫത്ത് സുന്നിയിൽ നിന്ന് വർഷങ്ങളായി ദീന് പഠിച്ച് പുറത്തു വന്നിട്ട് ബേസിക് ആയിട്ടുള്ള ഖുർആനിന്റെ ഒരു നോളജ് റസൂലിന് വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്താണെന്ന് പറയുന്നത് എന്നാണ് യസ്അലൂനക. അവർ താങ്കളോട് ചോദിക്കുന്നു എന്നാണ് ഖിയാമത്ത് നാള്, താങ്കൾക്ക് അതിനെ കുറിച്ച് എന്തറിയാം? നോക്കണം നിങ്ങൾ, ജിബ്രീൽ വന്ന് നബീനോട് ഖിയാമത്ത് നാളിനെ കുറിച്ച് ചോദിക്കുന്നു. റസൂലുള്ളാഹി പറയാണ്, ചോദിക്കപ്പെട്ടവനും ചോദിച്ചവനും ഈ വിഷയത്തിൽ തുല്യമാണ്. ഇതെല്ലാം അറിയുന്ന ഒരു സഖാഫി പരസ്യമായി മനുഷ്യർക്കിടയിൽ എഴുന്നേറ്റെന്ന് പറയണത് ഖിയാമത്ത് നാൾ എന്നാണെന്ന് റസൂലിന് അറിയാം, പറയരുത് എന്ന് അള്ളാന്റെ കൽപ്പന ഉണ്ട്. അള്ളാന്റെ പേരിൽ നുണ, അലല്ലാഹിൽ കദിബ്, വമ്പിച്ച നുണ പടച്ചോന്റെ പേരിൽ റസൂലിന്റെ പേരിൽ ഈ സമൂഹത്തെ പൊട്ടീസാക്കുന്ന ഒരു സമൂഹം വളർന്നു വരുന്നുണ്ട്. അവരെ കുറിച്ച് എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ള രംഗം എന്താ അറിയോ? ഇപ്പൊ ഞാൻ ഈ പരാമർശം നടത്തിയുള്ള ഒരു സഖാഫിനെ കുറിച്ച് എന്നോടായിരിക്കും നിങ്ങളുടെ ദേഷ്യം, എന്നാലും അയാളെ പറ്റി അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നില്ല. ഈ ഗുരുതരമായ മഹാപാപം ഈ മുസ്ലിയാരി ചെയ്തതിനെ കുറിച്ച് ആളുകൾക്ക് പ്രതികരണമില്ല. അതിനെ പ്രതികരിച്ച ഞങ്ങളെ പോലെയുള്ള ആളുകളെ പറ്റി പറയുന്നത് എന്നാലും അയാൾ വയലന്റ് ആയത് ശരിയായില്ല, അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നില്ല. ഇതാണ് ലോകത്തുള്ള ഒരു ദുരന്തത്തിലെ ഒരു ദുരന്തം. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇസ്ലാമിന്റെ കണിശമായ ഒരു ആദർശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്തത് അറിയില്ല എന്ന് റസൂൽ പഠിപ്പിച്ചു. ഒരു കാര്യം അറിയില്ലെങ്കിൽ അത് അറിയില്ല എന്ന് പറയലാണ് അറിവിന്റെ പാതി. അതൊരു വലിയ കാര്യമാണ്. നാളെയുടെ കാര്യം മാത്രമല്ല, സൂറത്തുൽ ലുഖ്മാൻ ഓതിയിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത എന്താ? വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നാളെയുടെ കാര്യം അത് ഒരാൾക്കും അറിയില്ല. നാളെ എന്ത് സംഭവിക്കും, നിങ്ങൾ എവിടെ വെച്ച് മരിക്കും, നമുക്ക് ഒരാൾക്ക് പറയാനാവില്ല. ഇത് ഓതിക്കൊടുത്ത റസൂല് വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ എന്ന കുട്ടികളുടെ പാട്ടിന് റസൂൽ അവസരം കൊടുക്കുവോ? സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അവിടെ വെച്ച് തിരുത്തി. കല്യാണം ഇവിടല്ലേ, ഒരു സന്തോഷമല്ലേ എന്ന് റസൂൽ വിചാരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശബോധം അതായി. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെന്നാൽ പല ഹറാമുകൾ അവിടെ നടക്കും, പല തിന്മകളും അവിടെ നടക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്ന് ഇരുന്ന് ചിരിച്ചു കളിച്ച് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോരുകയെന്നല്ലാതെ അവിടെ നടക്കുന്ന ഒരു തിന്മയെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല. ആദർശത്തോട് കൃത്യമായ ഒരു കണിശ നമുക്കില്ല. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം മരിച്ചു. നിങ്ങൾക്കറിയാം, അസർ നമസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകും. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കും. ഒരു കുന്നിൻ ചെരുവ് കയറി വളരെ വളരെ വേഗത്തിൽ നബിയുടെ കാലുകൾ വളരെ വേഗത്തിൽ വെച്ചുകൊണ്ട് നടന്നു പോകുന്ന രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. തുർമുദിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് സമഗ്രമായി തുർമുദി അതിനെ വിശദീകരിക്കുന്നുണ്ട്. അതിൽ നബിയുടെ നടത്തം പോലും വളരെ വേഗതയിലുള്ള, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ നടത്തത്തെ പറ്റി പറയും. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വേഗത്തിൽ നടന്നു പോകാൻ. ഒരു കൊല്ലന്റെ വീട്ടിലായിരുന്നു ഇബ്രാഹിം വളർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെല്ലും, മോനെ വാരിയെടുക്കും, ചുംബിക്കും, അങ്ങനെ കൊഞ്ചിക്കളിപ്പിക്കും, തിരിച്ചു പോരും. അങ്ങനെ നബി സ്നേഹിച്ചൊരു മകനായിരുന്നു ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ മരണമുണ്ടായി. അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ ഇബ്രാഹിമിനെ എടുത്തു. എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ ഇബ്രാഹിം, അഗാധമായ വേദനയുണ്ട് മോനെ നിന്റെ മരണത്തിൽ. പക്ഷേ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തതൊന്നും ഈ പിതാവിൽ നിന്നുണ്ടാവുകയില്ല. കൃത്യമായ ആദർശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൻ, ആൺകുട്ടികളൊക്കെ മരിച്ചു ഉണ്ടായത്. ഖാസിം, നിങ്ങൾക്കറിയാലോ, അബുൽ ഖാസിം എന്ന് നബിയെ വിളിക്കാൻ അങ്ങനെയാണ്. അബ്ദുള്ള എന്ന് നബിയുടെ മക്കൾക്ക് പേരുണ്ടായിരുന്നു. ഈ കുട്ടികളൊക്കെ നേരത്തെ മരിച്ചുപോയി. അതിലൊരു തന്ത്രം ഉണ്ടാകാൻ പടച്ച തമ്പുരാന്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണ വീട്ടിൽ പ്രതികരിച്ച് ഞാൻ പറഞ്ഞു. ഇബ്രാഹിം മരിച്ചു. അന്ന് സൂര്യഗ്രഹണം ഉണ്ടായി. ചില ആളുകൾ പറഞ്ഞു, അങ്ങനെയാണല്ലോ, വീണത് വിദ്യയാക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ. അത് തങ്ങളുള്ളത് കൊണ്ടാണ്. ഒരു മഴ പെയ്താൽ, ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്, ഒരു പ്രസംഗം നടക്കുമ്പോൾ ഒരു മഴ പെയ്താൽ മൊയ്തീൻ ഷെയ്ഖിന്റെ ബർക്കത്തുണ്ടാന്ന് കൗമ് വേഗം പ്രഖ്യാപിക്കും. എന്നിട്ട് കൗമ അതിനനുസരിച്ച് മുദ്രാവാക്യവും തക്ബീറും ഒക്കെ മുഴക്കി ആ കൗമുണ്ടല്ലോ, ഈ മുസ്ലിം ഉമ്മത്തിലെ ഈ ഒരു ബാഡ് കമ്മ്യൂണിറ്റി, ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഓർത്തിട്ടാണ് നമ്മുടെ മനോഗതം ഏറ്റവും വേദനിക്കുന്നത്. അവരെ എന്തുകൊണ്ട് അവരെ നന്നാകുന്നില്ല എന്ന് ആളുകൾ ചോദിക്കും. അവരെ നന്നാക്കേണ്ടവർ ലോകത്തിലെ ഏറ്റവും വലിയ ചീപ്പാണ്. പിന്നെ എങ്ങനെ നന്നാവും? ഒരിക്കൽ നേതൃത്വം കൊടുക്കുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ, ഒരു വേഷധാരികൾ, അവരാണ് മാനവ ചരിത്രത്തിലെ ഏറ്റവും വൃത്തികെട്ട ജന്മങ്ങൾ. പിന്നെ എങ്ങനെ നന്നാവും? ആ സമൂഹം
അവരെ നന്നാക്കിയവരായിരുന്നു, അവരെക്കാൾ മോശപ്പെട്ട ഒരു തലമുറയായിരുന്നു. മോശപ്പെട്ടവരിൽ നിന്ന് മോശപ്പെട്ട ജനറേഷൻ അല്ലാതെ, വൃത്തികെട്ട ഒരു ചെടിയിൽ നിന്ന് വൃത്തികെട്ട ചെടിയല്ലാതെ നല്ലത് എങ്ങനെ ഉണ്ടാവും? അത് വല്ലാത്തൊരു കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞു. 17 അധ്യായം 24, 25, 26 വചനങ്ങൾ. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കസജറത്തിൻ ത്വയ്യിബ. അതിന്റെ തൊട്ടതായി പറയുന്ന ഒരു ഖബീസത്തായിട്ടുള്ള, വളരെ മോശമായിട്ട്, ആ മോശമായതിൽ നിന്ന് മോശം ഉണ്ടാവും, നല്ലതിൽ നിന്ന് നല്ലതുണ്ടാവും. അത് ലോകത്തിലെ ഒരു പൊതു തിയറിയാണ്. ഞാൻ ആ ഭാഗത്തെ പറയുന്നില്ല, വൈലന്റ് ആയിട്ട്. കാരണം എത്ര ഓർത്തിട്ടും ഒടുക്കമില്ലാത്തൊരു കാര്യം ഈ സമൂഹത്തെ നശിപ്പിക്കുന്ന. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു മരണവേളയിൽ പോലും ഷഹാദത്ത് കലിമ ചൊല്ലി ഈ സമൂഹത്തെ മരിപ്പിക്കാൻ അനുവദിക്കാത്ത പൗരോഹിത്യം. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഗൗരവമായി മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ സമൂഹത്തിൽ നിങ്ങൾ നോക്കൂ, ഒരു ബാംഗ്ലൂരിൽ നടന്ന മുഖാമുഖത്തിൽ ഒരു ചെറുപ്പക്കാരനായ ഒരു പയ്യൻ ചോദിക്കണം, ഉസ്താദേ, മരണവേളയിൽ മൊയ്തീൻ ഷെയ്ഖെ എന്ന് വിളിച്ചു മരിച്ചാൽ കാമിലായ ഈമാൻ കിട്ടിയാണോ മരിക്കാന്ന്? കാമിലായ ഈമാൻ കിട്ടിയിട്ടാണോ മരിക്കുക? അതായത് ഈമാൻ പൂർണ്ണത പ്രാപിച്ചിട്ടാണോ മരിക്കുക? ചാടി ഈ രൂപം ഉണ്ടല്ലോ, ഈ മനുഷ്യരൂപം, ആ രൂപം എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്ന വാക്കുകൾ എന്താന്ന് വെച്ചാൽ, കാവലിനെ ചോദിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് ആര്? മൊയ്തീൻ ഷെയ്ഖ്. കാവലിനെ ചോദിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് ആര്? മഹാനായ മൊയ്തീൻ ഷെയ്ഖ്. അതുകൊണ്ട് മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചാൽ മൊയ്തീൻ ഷെയ്ഖ് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചെല്ലാം മൊയ്തീൻ ഷെയ്ഖ് അവന് പ്രാപ്തി നൽകും. അങ്ങനെ മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്നവൻ കാമിലായ ഈമാനോടുകൂടി മരിക്കുന്ന. ഞാൻ ഈ ഒരു രംഗം കണ്ടപ്പോൾ എനിക്ക് വേഗം ഈ ചെങ്ങായിനെ അബൂജഹലിനോട് താരതമ്യപ്പെടുത്താനാ തോന്നി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പാന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും മൂത്താപ്പ, എന്ന് നബി. മറുഭാഗത്ത് ഈ മുസ്ലിയാർ, അബൂജഹലാകുന്ന മുസ്ലിയാർ, ഈ മുസ്ലിയാർ കുത്തിനിട്ട് പറയുന്നത് ഇല്ല, അവസാന നിമിഷത്തിൽ ഇങ്ങനെ വിളിച്ചോളിയത് അന്നത്തെ തങ്ങന്മാരെയും ബീവിമാരെയും അന്നത്തെ വലിയകളെയൊക്കെ ഇതുവരെ ലാത്ത ഉസ്സ മനാത്ത പോലെയുള്ള ഔലിയാക്കളെ വിളിച്ചിട്ടാ ജീവിച്ചേ. ഇനി ഈ അവസാന നിമിഷം അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് മരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിരുത്. അത് ഞങ്ങൾക്കൊന്നും ഒരു ഇഷ്ടമില്ല. അങ്ങനെ ഈ അബൂജഹലാകുന്ന മുസ്ലിയാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്താബനെ കൊണ്ട് മുശ്രിക്കാക്കി മരിപ്പിച്ചു. എനിക്ക് ഇയാളെ തോന്നിയത് ഇങ്ങനെയാണ്, ജീവിതത്തിൽ മനുഷ്യനെ മരിക്കാൻ പോലും ആഖിറു കലാമി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു മുസ്ലിമിന് ഹൃദയത്തിൽ തട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാൻ പോലും ഈ പൗരോഹിത്യ മനുഷ്യരെ സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയുടെ മയന അത് പഠിക്കുക തന്നെ വേണം. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ഖുർആനിലെ 3-ാം അധ്യായം 18-ാമത്തെ വചനമാണ്. അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നതിന് മലക്കുകൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, ഇൽമുള്ളവരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഇൽമ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മയന ഉൾക്കൊള്ളാൻ കഴിയും, അതാണ് ഇൽമ്. യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇൽമ് APJ അബ്ദുൽ കലാമിന് ഇല്ലാതെ പോയത്, VR കൃഷ്ണയ്യർക്ക് ഇല്ലാതെ പോയത്, ലോകത്തിലെ മഹാബുദ്ധിജീവികൾക്ക് ഇല്ലാതെ പോയത്, ഈ പണ്ഡിത സമൂഹത്തിലെ പലർക്കും ഇല്ലാതെ പോയത് അല്ലാഹ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയില്ലായ്മ. ലോകത്തെ കൃത്യമായ താളക്രമത്തിൽ നിർത്തുന്ന ആകാശഭൂമികളുടെ തമ്പുരാനെ, കണിശമായി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ചലിപ്പിക്കുന്ന പടച്ച തമ്പുരാനെ കുറിച്ചുള്ള ഓർമ്മയില്ലായ്മ. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറുൻ മിനൻ നാസ് വമിനൻ നാസ്. നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയാണ് വമിൻ ആയാതിൽ ലൈലു വൻ നഹാർ വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാൽ. എത്ര സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം 18-ാമത്തെ വചനം, വിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം 37-ാമത്തെ വചനം. ഒരു കാണുന്നില്ലേ, ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിനെ പ്രണാമം അർപ്പിക്കുന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും എല്ലാം, മരങ്ങളും മൃഗങ്ങളും എല്ലാം പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യും. ആ പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതിന് പകരം പടപ്പുകളുടെ ദർഗകളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. അവർക്ക് എങ്ങനെ ആദർശ കുടുംബമാകാൻ കഴിയും? എങ്ങനെ ആദർശമുള്ള ജനതയാകാൻ കഴിയും? അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറഞ്ഞല്ലോ, നബിയുടെ മകൻ മരിച്ചു, സൂര്യഗ്രഹണം ഉണ്ടായി. ആളുകൾ പറഞ്ഞു നബീന്റെ മോൻ മരിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടു, മനസ്സിലാക്കി, ഇതൊരു മരണവിടലേ, എന്റെ മോൻ മരിച്ചെടുക്കല്ലേ, ഞാനിവിടെ ഉപദേശിക്കാനൊന്നും പോകുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചില്ല. ഓടി മിമ്പറിൽ കയറി, എന്നിട്ട് ജനങ്ങളോട് ചോദിച്ചു, അല്ലയോ ജനങ്ങളെ, യാ അയ്യുഹന്നാസ്, നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ജാഗ്രത പുലർത്തുകയും ഈ സമൂഹത്തിന് എവിടെയെങ്കിലും പാളിച്ചകൾ വരുന്നതിന് വളരെ ജാഗ്രതയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ട്രീറ്റ് ചെയ്യായിരുന്നു. ഓർക്കണം, നമ്മൾ എന്താണ് ഈ ആദർശം എന്ന് പറയുന്നത്? എന്താണ്? പഠിക്കണം തൗഹീദ്. ഞാൻ വളരെ വിനീതമായി പറയണം നിങ്ങളോട്, കേരളത്തിന്റെ അവസ്ഥയൊന്നും ഇനി എന്തായിരിക്കും എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. സത്യം, ഒരു മുടി അത് പള്ളി വരുമോ അള്ളാഹു ആയാലും നമുക്കറിയില്ല, പക്ഷെ ഉണ്ടാക്കാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ
പരിശുദ്ധ കാബയിലേക്ക് പോകുന്നതിന്റെ മുഴുവൻ പുണ്യവും ഇവിടുന്ന് കിട്ടുന്ന നാളെ ഒരു പക്ഷേ ഈ പുരോഹിതന്മാര് പറയും അവരത് പറയും. കാരണം ഇപ്പൊ അവരുടെ ഒരു സ്റ്റാൻഡ് അവിടെയാണ്. ഇതാണ് അള്ളാഹ് എന്ന് പറഞ്ഞാൽ അതും വിശ്വസിക്കുന്ന ഒരു കൗമ് കേരളത്തിൽ വളർന്നു വരികയാണ്. അങ്ങനെ വളർത്തിയിരിക്കുന്നു. സ്വപ്നം കാണാൻ ഒരു കൂട്ടർ, അതിന് ദീനാറുകൾ വാങ്ങാൻ വേറൊരു കൂട്ടർ, അല്ലെ അത് പ്രചരിപ്പിക്കാൻ വേറൊരു കൂട്ടർ. എന്തെന്ത് സംവിധാനങ്ങളാണ് ശിർക്ക് പ്രചരിപ്പിക്കാൻ, എന്തെന്ത് സംവിധാനങ്ങളാണ്. അള്ളാഹുവിന്റെ വായു ശ്വസിച്ച്, അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച്, അള്ള തന്ന കണ്ണുകൊണ്ട് കണ്ട്, അള്ള തന്ന കാതുകൊണ്ട് കേട്ട്, അള്ള തന്ന ഹൃദയം കൊണ്ട് എല്ലാം ചിന്തിച്ച് പടച്ചവനോട് നന്ദി കാണിക്കുന്ന ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്, വിശുദ്ധ ഖുർആനിലെ 100-ാം അധ്യായം 6-ാമത്തെ വചനമാണ്. അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന ഒരു ജനത. ആകാശഭൂമികളുടെ തമ്പുരാനെ ഏത് അർദ്ധരാത്രിയിലും, ഏത് ഭയചകിതമായ നിമിഷങ്ങളിലും, ഏത് ആപൽഘട്ടങ്ങളിലും നെഞ്ചുരുകി പ്രാർത്ഥിച്ച അമ്പിയാക്കളുടെ പാതയുടെ പ്രിയപ്പെട്ടവരെ, ആ അമ്പിയാക്കൾ നയിച്ച ഉജ്ജ്വലമായ വഴി എവിടെ പ്രിയപ്പെട്ടവരെ? അവർ നെഞ്ചിലേറ്റിയ തീക്കുണ്ടാരത്തിലേക്ക് നാബൽസ് എന്ന് പറയുന്ന പ്രദേശത്ത് ഇബ്നു അറബി എന്ന് പറയുന്ന ലോകം മുഴുവനും സഞ്ചരിച്ച മഹാവ്യക്തിത്വമായി ചരിത്രത്തിൽ പലപ്പോഴും പല ന്യൂനതകൾ ഉണ്ടെങ്കിലും കാണുന്ന നാബൽസ് എന്ന് പറയുന്ന ആ പ്രദേശത്തെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആ നാബൽസിൽ നമ്രൂദിന്റെ ആളുകൾ ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് എറിയുമ്പോ ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് എന്റെ റബ്ബ് മതി, ഞാൻ അവനിൽ എന്നെ ബരമേൽപ്പിച്ചിരിക്കുന്നു, അവനാണ് എന്റെ മൗല, അവനാണ് എന്റെ യജമാനൻ, അവനാണ് എന്റെ എല്ലാം എന്ന് പറയുന്ന ഒരു ഉന്നതമായ ആദർശം ഉണ്ടല്ലോ. മില്ലത്താബീക്കും ഇബ്രാഹിം ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഒരു ആദർശം. ആ ഇബ്രാഹിം നബിയെ നോക്കി ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റി. ഇല്ലാ ഖൗല ഇബ്രാഹിം എന്ന റബ്ബിന്റെ വാക്യത്തിൽ പോലും മാതൃക സ്വീകരിച്ച് ഇബ്രാഹിം നബിയും അമ്പിയാക്കളും ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരും സ്വീകരിച്ച ഒരു വഴിത്താരയുണ്ട് നമ്മുടെ മുമ്പിൽ. അത് മറന്നു പോകുന്നുണ്ട് നമ്മൾ, അതറിയാതെ പോകുന്നുണ്ട് നമ്മൾ. നിങ്ങൾക്കറിയുമോ, നല്ലൊരു കൂട്ടുകാരനായി, നല്ലൊരു ഉപദേഷ്ടാവായി, ആശ്വാസം നൽകുന്ന ഒരു മഹാ സൗഭാഗ്യമായി ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. അത് പരിശോധിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. നിനക്ക് ദുഃഖമുണ്ടോ, നീ ഖുർആനിനെ സമീപിക്ക്. നിനക്ക് വേദനയുണ്ടോ, നീ ഖുർആനിനെ സമീപിക്ക്. നിനക്ക് ആദർശം അറിയണോ, നീ ഖുർആനിനെ സമീപിക്ക്. നിനക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ടോ, നീ ഖുർആനിനെ സമീപിക്ക്. നിനക്ക് കൗടംബികമായ പ്രശ്നമുണ്ടോ, നീ ഖുർആനിനെ സമീപിക്ക്. നിനക്ക് ജീവിതത്തിൽ പ്രശ്നമുണ്ടോ, നീ പ്രവാചകന്റെ വചനങ്ങൾ ശ്രദ്ധിക്ക്. അതിനനുസരിച്ച് അനുരൂപമായ ഒരു ജീവിതത്തെ നീ ക്രമീകരിക്ക്. ഭൂമിയിലേക്ക് വേരിറങ്ങുകയും ആഴത്തിൽ വേരിറങ്ങുകയും അല്ല പറയാൻ അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബത്തൻ കസജറത്തിൻ ത്വയ്യിബ. അതേ ഒരു വിശേഷപ്പെട്ട വചനത്തെ, ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യനെ, ആ ഭൂമിയിലേക്ക് ആഴത്തിൽ വേരിറങ്ങിയ ഒരു മനുഷ്യനെ ഒരു കാറ്റിനും ഒരു കൊടുങ്കാറ്റിനും ഒരു കത്രീനക്കും മറിച്ചിടാനാവാത്ത ഈമാനികമായ ബലമുള്ള ഒരു വിശ്വാസി, അയാളുടെ വേരുകൾ ആഴത്തിൽ, ആ മരത്തിന്റെ വേരുകൾ ആഴത്തിൽ ഇറങ്ങിച്ചേർന്നിട്ടുണ്ട്. തീർന്നില്ല, അതിന്റെ ശാഖകൾ ആകാശത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം എല്ലാ കാലഘട്ടങ്ങളിലും, ഗ്രീഷ്മത്തിൽ, വസന്തത്തിൽ, ഹേമത്തിൽ, മാറി മാറി വരുന്ന ഋതുഭേദങ്ങളിൽ, എവിടെയും ഏത് കാലഘട്ടങ്ങളിലും ശൈത്യ ഉഷ്ണ വ്യത്യാസങ്ങളില്ലാതെ, ശീതോഷ്ണ മേഖലകളില്ലാതെ എന്നും ഫലം നൽകുന്ന ഒരു മഹാവൃക്ഷമായി ജീവിക്കുന്ന ഉന്നതനായ, വിശ്വസ്തനായ, ഗുണകാംക്ഷിയായ, ലോകത്തിന്റെ നന്മ പ്രതീക്ഷിക്കുന്ന, മാനവതയ്ക്ക് സമർപ്പിതമായ ഒരു ജീവിതത്തിന്റെ ഉടമയെ അള്ളാഹുവിന്റെ ഗ്രന്ഥം രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. എന്ത് സംഭവിക്കുന്നു നമ്മുടെ സമൂഹത്തിന്? എവിടെയാണ് നമുക്ക് ഈ ദൗർബല്യം സംഭവിച്ചിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദർശമില്ലാത്ത ഒരു സമൂഹം വരും. മലവെള്ളപ്പാച്ചിൽ പാഞ്ഞു പോകുന്ന ചപ്പു ചെണ്ടികളെ പോലെ അവരായിത്തീരും. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയാൻ, അവർ ജൂത ക്രിസ്ത്യാനികളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റും. അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാലും. അള്ളാഹിന്റെ റസൂല് പറഞ്ഞില്ല, ശ്രദ്ധിക്കണം, ആ വാചകത്തിൽ റസൂല് പറഞ്ഞില്ല ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റും എന്ന് റസൂല് പറഞ്ഞില്ല. മറിച്ച് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും പിന്തുടരും. അവരനങ്ങുന്ന പോലെ അനങ്ങാൻ, അവർ ധരിച്ച പോലെ ഡ്രസ്സ് ധരിക്കാൻ,
അവരുടെ വിശ്വാസങ്ങളെ പോലെ വിശ്വാസം ധരിക്കാൻ, അവർ സംവിധാനിച്ച സംവിധാനങ്ങളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റാൻ, അവരെന്തൊക്കെ ആചരിക്കുന്നുവോ, അവരെന്തൊക്കെ അനുഷ്ഠിക്കുന്നുവോ, അവരുടെ കല്യാണം എങ്ങനെ, വേഷവിധാനം എങ്ങനെ, ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെ, അങ്ങനെ അനുവർത്തിക്കുന്ന ഒരു ജനപദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് മലവെള്ളപ്പാച്ചിലിൽ പാഞ്ഞു പോകുന്ന ചപ്പുചണ്ടികളെ പോലെ ഈ ഉമ്മത്തായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നബി പറഞ്ഞു, കഴുകന്മാർ ഭക്ഷണത്തളികയിലേക്ക് വരുന്ന പോലെ ശത്രു രാജ്യങ്ങൾ അവരെ റാഞ്ചിയെടുക്കും. ഇന്നതാണ് സ്ലാവറി, വിധേയത്വം. ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന വിധേയത്വം. അല്ല, നിങ്ങൾ നോക്കൂ, വലൗ അന്ന ആമനു അഹ്ലൽ ഖുറ, വിശുദ്ധ ഖുർആൻ പറയാൻ, വലൗ അന്ന ആമനു അഹ്ലൽ ഖുറ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. അല്ലാഹുവിനെ സൂക്ഷിക്കുകയും തഖ്വ കൈക്കൊള്ളുകയും ചെയ്തിരുന്നുവെങ്കിൽ ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, അല്ലാഹു ആകാശഭൂമികളിൽ നിന്ന് അവർക്ക് ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. ആ ബർക്കത്താണ് അറബ് നാടുകളുടെ സമ്പത്ത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. വന്ന വഴി മറന്നു പോകരുത്. ഉന്നതമായ ഒരു ആഭിജാത്യത്തിന്റെ മഹിമയുടെ ശ്രേഷ്ഠമായ ഒരു സംസ്കാരത്തിന്റെ ഉന്നതമായ ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞുപോയി. ഗതകാല സ്മരണകൾ അയവറക്കാനല്ലാതെ, ആ ചരിത്രങ്ങൾ ഓർക്കാനല്ലാതെ, അത് എഴുതി പിടിപ്പിക്കാനല്ലാതെ, അത് പ്രസംഗിക്കാനല്ലാതെ, പ്രസംഗിക്കുന്നവരുടെയോ എഴുതുന്നവരുടെയോ വചനാമൃതങ്ങളെ കൊണ്ട് അമ്മാനമാടിയവരുടെയോ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ചരിത്ര ശകലങ്ങളെ ഓർക്കുമ്പോൾ പോലും വ്യക്തി ജീവിതത്തിലൂടെ അങ്ങനെ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയാതെ പോയ വാക്കുകളിലെ മൂർച്ചയും എഴുത്തിലെ മൂർച്ചയുമല്ലാതെ കർമ്മധർമ്മങ്ങളിലെ മൂർച്ചയില്ലാതെ പോയ ഒരു സൊസൈറ്റിയെ നമ്മളിന്ന് കാണുന്നുണ്ട്. എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും? റസൂലുള്ളാഹിനോട് അന്ന് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അവർ എണ്ണത്തിൽ കുറവായിരിക്കുമോ? ആ കൗമ് എണ്ണത്തിൽ കുറവായിരിക്കുമോ? റസൂലുള്ളാഹി പറയാൻ, ബൽ അൻതും കസീർ, അല്ല, അവർ ധാരാളം ഉണ്ടാവും, ഒരുപാട് ആളുകൾ ഉണ്ടാവും, എണ്ണത്തിലൊക്കെ അവർ കൂടുതൽ ഉണ്ടാവും. പക്ഷേ ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള ഹുബ്ബ്, മരിക്കാനുള്ള വെറുപ്പ്, ദുനിയാവ്. ജൂതന്മാരെ പറ്റി പറഞ്ഞപ്പോ അള്ളാന്റെ ഗ്രന്ഥം സൂറത്ത് ബഖറയിൽ പറഞ്ഞില്ലേ, 1000 കൊല്ലം ജീവിക്കാനുള്ള മോഹം, ദുനിയാവിനോട് ഏറ്റവും വലിയ ഹുബ്ബ് അവർക്കായിരിക്കും എന്ന്. ഇന്ന് ദുനിയാവിന്റെ ആർഭാടങ്ങൾ നമുക്കും ഒരുപാടുണ്ട്. ഈ ഐശ്വര്യങ്ങളിലും ആർഭാടങ്ങളിലും ഇതൊക്കെ വിട്ടുകൊണ്ടുള്ളൊരു യാത്ര എന്റെ ജീവിതത്തിലുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ഈമാനിൽ ഒൽമ കലരുന്ന അവസ്ഥാവിശേഷങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. സത്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാടുകളിലെ നല്ലൊരു ശതമാനം ആളുകൾ, അവരെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വേദനയുണ്ട്. നാഥ, അല്ലാഹുവേ, ഈ പ്രബോധന പ്രവർത്തനത്തിന്റെ കാതലായ മർമ്മം, തൗഹീദിലൂന്നിയ ഈ മർമ്മം, ഇത് തിരിയാത്ത ഒരു വലിയ ജനസഞ്ചയം ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അനന്തവിശ്രതമായ ആകാശത്തിന്റെ ചുവട്ടിൽ, ഹരിതാപമായ ഭൂമിയുടെ മേലെ സർവ്വസുഖങ്ങളും ആസ്വദിച്ച് നീ നൽകിയതല്ലാത്ത ഒന്നും അവരുടെ കൈകളിലില്ല. നിന്റെതല്ലാത്ത ഒരു തുണ്ട് ഭൂമി അവരുടെ കൈകളിലില്ല. നിന്റെതല്ലാത്ത ഒരു ഓക്സിജൻ അവർ ശ്വസിച്ചിട്ടില്ല. നിന്റെതല്ലാത്ത ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അവർക്ക് അനുഗ്രഹമായി വന്നിട്ടില്ല. നിന്റെതല്ലാത്ത ഒരു ഉപജീവനവും അവർക്കുണ്ടായിട്ടില്ല. ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമിഹി അന്ന സബബനൽ മാഅ സബ്ബ സുമ്മ ശഖഖനൽ അർള ശഖ ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ വൈനബ വഖളബൻ വസൈതുനൻ വനഖല വഹദായിക ഉൽബ വഫാകിയതൻ വഅബ്ബ മതാഅൻ ലക്കും വലിയൻഅമിക്കും. വിശുദ്ധ ഖുർആൻ 80-ാം അധ്യായം 23 മുതലുള്ള വചനങ്ങളിൽ പറഞ്ഞാൽ, അവർ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലേക്ക് അവർ നോക്കുന്നില്ലേ? അത് മഴ ചൊരിഞ്ഞ് അവർക്ക് വിധം സംവിധാനിച്ചു കൊടുത്ത പടച്ചതമ്പുരാനെ, ആ പടച്ചതമ്പുരാനെ ഓർക്കാനാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആദർശം എന്ന് പറയുന്നത്, വളരെ കണിശമായ ഒരാദർശം എന്ന് പറയുന്നത് ഓർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി മിമ്പറിൽ കയറി. എന്നിട്ട് ജനങ്ങളോട് ചോദിച്ചു, എന്ത് പറ്റി നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ട 2 ദൃഷ്ടാന്തങ്ങളാണ്. ഒരാളുടെ മരണം കൊണ്ടോ ഒരാളുടെ ജീവിതം കൊണ്ടോ ഒരിക്കലും അതിനൊരു മാറ്റവും വരില്ല. ഇല്ല, അതാണ്. ഒരാളുടെ മരണം കൊണ്ടോ ഒരാളുടെ ജീവിതം കൊണ്ടോ പ്രകൃതി ദൃഷ്ടാന്തങ്ങളായ വസ്തുക്കൾക്ക് സ്ഥാനചലനമോ അല്ലെങ്കിൽ അതിന് ഗ്രഹണമോ അത് ബാധിക്കുന്നില്ല. നബി അപ്പപ്പ തിരുത്തി കൊടുക്കാൻ ഏതൊരു ജനതയെയും നമ്മൾ തിരുത്തി കൊടുക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, സ്വപ്നങ്ങൾ തെളിവുകളായി വരുന്ന ഒരു ലോകത്ത് എന്തെല്ലാം കള്ളക്കഥകൾ, ലക്ഷോപലക്ഷം മനുഷ്യർ നിൽക്കുന്ന ഉത്ബുദ്ധ മലയാളി സാക്ഷരതയിൽ 100% നേടിയ ഒരു ജനതയുടെ മുമ്പിൽ എഴുന്നേറ്റെന്ന് പറയാൻ എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർസ്ഥാനിൽ കുണ്ടൂർ ഉസ്താദ് ചെന്നത്രേ. പറയാതിരിക്കാൻ വയ്യ. മനുഷ്യരെ മനസ്സിലാക്കി
മനസ്സിലാക്കണം. കൊണ്ടൂർ ഉസ്താദ് ചെന്നത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം കൊണ്ടൂർ ഉസ്താദിനെ കണ്ടപ്പോൾ കബർന്നെണീറ്റ് കസാര കെട്ടിയിരുന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയായിരുന്നു കൊണ്ടൂർ ഉസ്താദിനോട്. കൊണ്ടൂർ ഉസ്താദ് പറഞ്ഞത്രേ റസൂലിനോട്, അല്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരൂല എന്ന് പറഞ്ഞില്ലേ, എനിക്ക് വന്നിട്ട് കൂടുതൽ സംസാരിക്കാനൊന്നും ഇന്നലെ ഭയങ്കര തിരക്കാ, അതുകൊണ്ട് ഞാൻ നിങ്ങളും തമ്മിൽ ഒരു കരാറുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്രേ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എന്റെ അടുത്തുണ്ട്, അതുകൊണ്ട് വന്നോളി, നിന്നെ കണക്കാക്കണ്ട, എന്നേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് ഉണ്ട്, വന്നോളി. അങ്ങനെ വന്നു നോക്കുമ്പോണ്ടോലെ ആ സാധനം എങ്ങനെ കുത്തിരിക്കുന്നു. ഏത് സാധനം? ഇപ്പൊ ലോകത്ത് വലിയ വിവാദമായ ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം ഇരിക്കുന്നത്രേ. മൂപ്പർക്ക് ഭയങ്കര ഹാപ്പിയായി. ഷെയ്ഖ് കാന്തപുരം മൂപ്പർ ഇരിക്കുന്നത് അള്ളാന്റെ റസൂലിനേക്കാൾ പ്രിയപ്പെട്ട. ഈമാൻ എവിടെ? റസൂല് പറയോ, റസൂൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ എന്ന് റസൂൽ പഠിപ്പിച്ച ലോകത്തെ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാരാകണം? ഞാനാകണം. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹു റസൂലാകണം. ആ റസൂലിനേക്കാൾ ഇഷ്ടം. നിങ്ങൾ ആലോചിക്കണം, ഈ കൗമിന്റെ ദീൻ എന്താ? ഭാസ്കരനെയും സുരേന്ദ്രനെയും ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഓലൊക്കെ കൂടെ നല്ല നിലക്ക് ജീവിക്കണം. ഈ കൗമുണ്ടല്ലോ, ഈ കൗമിന്റെ കൂടെ നിൽക്കാൻ പാടുണ്ടോ എന്നുള്ളതും കൂടി ചിന്തിച്ചോളിങ്ങൾ. ഈ കൗമിന്റെ അടുത്തൊക്കെ അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ ബാധകമായിരിക്കും ലോകത്ത്. പടച്ചോനോട് ചെയ്യുന്ന വലിയൊരു നന്ദികേട് ഈ കൗമിന്റെ ഒക്കെ കൂടെ. നിങ്ങൾ ആലോചിച്ചു നോക്കണം, ഏതാ ഈ കൗമ്? ഈ കൗമ് വിശദീകരിക്കുന്ന സ്വപ്നം എന്താ? എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കൗമ് പറയുന്നത്? എന്തൊക്കെ സ്വപ്ന കഥകളാണ് ഈ കൗമ് പറയുന്നത്? ഈ കൗമ് അത് വിശദീകരിക്കുക, എന്നിട്ട് അത് വിശ്വസിക്കുക. അള്ളാഹു തൃപ്തിപ്പെട്ടു, അള്ളാന്റെ റസൂല് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത്രേ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സമൂഹം, എന്നിട്ട് ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അവിടെ നിന്ന് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഒരു കാര്യമാണ്. ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങൾ ഭൗതികമായ നിഅമത്താനി മഅബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സഹത്തു വൽ ഫറാഉ, രണ്ടനുഗ്രഹങ്ങൾ. ഒന്ന് ഒഴിവ് സമയമാണ്. രണ്ടനുഗ്രഹങ്ങളെ തൊട്ട് അധിക ജനങ്ങൾ വഞ്ചിതരാണ്. ഒന്ന് ഒഴിവ് സമയം, മറ്റൊന്ന് ആരോഗ്യം. ഈ ഗൾഫ് രാജ്യത്ത് പലപ്പോഴും നമുക്ക് നല്ല സമയങ്ങൾ കിട്ടും. പല ആളുകൾക്കും, എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയില്ല, പല ആളുകൾക്കും നല്ല ഒഴിഞ്ഞ സമയം കിട്ടും. ശീതീകരിച്ച റൂമിൽ നല്ലൊരു കമ്പിളി പുതപ്പും പൊതിച്ച് ഉറങ്ങുന്ന ഒരു സമ്പ്രദായമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഉറങ്ങരുത്, വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. ഞാനിന്ന് സൂറത്ത് ആറാഫ് ഓതും, അതിന്റെ അർത്ഥം വായിക്കും. 2-3 ദിവസങ്ങളെ കൊണ്ട് ഞാൻ ആറാഫ് വായിച്ചു തീർക്കും, അൻഫാൽ വായിച്ചു തീർക്കും, സൂറത്ത് തൗബ വായിച്ചു തീർക്കും. ഇന്നെന്ന അധ്യായങ്ങൾ ഞാൻ പഠിക്കും. ഈ സമൂഹത്തോട് എനിക്ക് കടപ്പാടുകളുണ്ട്, എന്റെ സ്വന്തത്തോട് എനിക്ക് ബാധ്യതകളുണ്ട്, ഞാൻ ഈ സമൂഹത്തെ നന്നാക്കേണ്ടതുണ്ട്. ഈ ഒരു ബോധ്യം ഉണ്ടാ, ഒരു നല്ല ഈ ഒരു ബോധ്യത്തിലേക്ക്, ഈ ഒരു ബോധ്യം ഉൾക്കൊള്ളുന്ന ഒരു ആദർശത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടോ? പരിശോധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലെ ഗവർണറായി നിയോഗിച്ചു. എന്നിട്ട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബിയുടെ മുമ്പിൽ വരുന്ന ഒരു രംഗമുണ്ട്. ഒരൊറ്റ സുജൂദാണ് മുആദ് റളിയല്ലാഹു അൻഹു നബിയുടെ മുമ്പിൽ ഒരൊറ്റ സുജൂദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്ചര്യപ്പെട്ടു പോയി. നബി ചോദിക്കുകയാണ്, മുആദേ, എന്ത് സംഭവിച്ചു മുആദേ നിനക്ക്? ഇസ്ലാം സ്വീകരിച്ച് തൗഹീദ് സ്വീകരിച്ച് നല്ല തൗഹീദിന്റെ പത്തരമാറ്റായിട്ടാണല്ലോ ഇവിടുന്ന് പോയത്. അപ്പോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയെ, ഞാൻ യമനിലാണ്. യമനിലെ രാജാക്കന്മാരുടെ മുമ്പിൽ അവർ തലകുനിക്കാറുണ്ട്, എനിക്ക് യജമാനൻ അങ്ങാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കണം, മുആദേ, അല്ലാഹു അല്ലാത്ത ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. സുജൂദ് അല്ലാഹ്ക്ക് മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി കണിശമായി പഠിപ്പിക്കാൻ സുജൂദ് അല്ലാഹ്ക്ക് മാത്രം. ഒരാദർശ കുടുംബം പഠിക്കേണ്ട പ്രധാന പോയിന്റ്. നേരെ മറിച്ച് വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പുസ്തകത്തിൽ ആശിം നൈമി എഴുതുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കണം. എന്താ എഴുതുന്നത്? സുജൂദ് അല്ലാഹ്ക്ക് മാത്രം എന്നൊരു പ്രമേയം സാക്ഷാൽ ഇബ്ലീസ് അവതരിപ്പിച്ചതാണ്. സുജൂദ് അല്ലാഹ്ക്ക് മാത്രം എന്നത് സാക്ഷാൽ ഇബ്ലീസ് അവതരിപ്പിച്ചാണ്. അപ്പൊ മുഹമ്മദ് നബി ആരാ? മുഹമ്മദ് നബി ആരാ? നിങ്ങൾ ചിന്തിക്കണം. ഈ കൗമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. പച്ച മലയാളത്തിൽ എഴുതി ഇന്നും കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിൽ വിറ്റ് കായുണ്ടാക്കി പിട്ടടിക്കണം ഈ പുരോഹിത വർഗം. നിങ്ങൾ മനസ്സിലാക്കണം, സുജൂദ് അല്ലാഹ്ക്ക് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയാണ്. അതുകൊണ്ട് തന്നെ വയലത്തൂർ തങ്ങൾ അങ്ങ് ഏർവാടി ദർഗയിൽ സുജൂദ് ചെയ്യുന്നു. ആലോചിക്കുക, ചിന്തിക്കുക. ഈ കൗമ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മുടെ എനർജി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ പണം ഇവർക്കെതിരെ ചെലവഴിക്കുന്ന പറയുന്നു. സ്വർഗം പകരം തരാമെന്ന കണ്ടീഷനിൽ നിങ്ങളുടെ നഫ്സിനെ, നിങ്ങളുടെ സമ്പത്തിനെ അല്ല വിലക്ക് വാങ്ങി. സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ഏറ്റവും വലിയ പോരാട്ടം എന്താണ്? നബിയെ, ഒരു വിഭാഗം ആളുകൾ റസൂലുള്ളാഹിനോട് പറയാൻ, ഒരാൾ യുദ്ധം ചെയ്യുന്നു, സുജായിയാകാൻ
അതുപോലെ തന്നെ പിന്നെ റിയായിന്, ലോകമാന്യത്തിന് വേണ്ടി അയ്യുദാലിക ഫീ സബീലില്ലാ, ഏറ്റവും വലിയ ജിഹാദ് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ ഔന്നിത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ ഔന്നിത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലെ പങ്കാളികളാകാനാണ് ഈ പള്ളിയിൽ കൂടിയ നിങ്ങളോട് ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, വീട്ടിൽ ചെന്നാൽ പല നിലക്കുമുള്ള ആദർശ പൊരുത്തക്കേടുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും. നമുക്കറിയാം, കേരളത്തിലെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ഒരു നല്ല ആദർശം, അവിടെ വീട്ടിൽ പല ടൈപ്പ് ആളുകൾ വരും, പല ടൈപ്പ് പിരിവ് വരും. ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി പിരിവിന് വരും. പലരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, ഉത്സവത്തിന്റെ പിരിവിന് വരും. ഓണം, വിഷു, അതുപോലെ പല മത ആചാരങ്ങൾ, അതൊക്കെ വരുമ്പോ ഈമാൻ ചോർന്നു പോകാറുണ്ട്, ആദർശം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠാദിനം, അതുമായി ബന്ധപ്പെട്ടൊരു പിരിവിന് വന്നാൽ അതിന് പൈസ കൊടുക്കും നമ്മൾ. ഈമാനാണ് ചോർന്നു പോകുന്നത്, തൗഹീദാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. വിഗ്രഹാരാധനക്കെതിരെ ജീവിച്ച അമ്പിയാക്കളുടെ റൂട്ടാണ് മറന്നു പോകുന്നത്. നമ്മൾ വിഗ്രഹാരാധനക്കെതിരാണ്, ക്ഷേത്രപൂജക്കെതിരാണ്. ഇതൊന്നും എല്ലാവർക്കും ദഹിക്കുന്ന കാര്യമല്ല. മുജാഹിദുകളെ ഭീകരവാദികളായി മാധ്യമത്തിലൊരു ലേഖനം, സീദാവൂദിന്റെ ലേഖനം പ്രത്യക്ഷപ്പെട്ടു. സീദാവൂദ് മുജാഹിദുകൾ ഭീകരവാദികളാകുന്നു എന്ന് തെളിയിക്കാൻ എടുത്തു കാണിച്ചത് ഒരു കാര്യം ഇതാണ്: ക്ഷേത്രത്തിൽ ഇതിന് വന്നാൽ കൊടുക്കൂല, ഓണത്തിന്റെ ചോറൊന്നൂല, വിഷുവിന്റെ ചോറൊന്നൂല. നമ്മളതൊക്കെ ചെയ്യുന്നവരാണ്, ഞങ്ങൾ തിരക്കടില്ലാത്തവരാണ്. ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, പക്ഷെ പരലോകം കെട്ടപ്പുകയും. നിങ്ങളിവിടെ ചരിത്രത്തിൽ നിന്നൊരു സംഭവം പഠിക്കണം. ആദർശ കുടുംബത്തെ കുറിച്ചാണ് ഞാൻ പറയും. വിശുദ്ധ പ്രവാചക തിരുമേനി ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത പ്രവാചക തിരുമേനി, ആ പ്രവാചക തിരുമേനി പഠിപ്പിക്കാൻ രണ്ടാളുകൾ ഒരു വഴി നടന്നു പോവുകയാണ്. ഒരു ക്ഷേത്രത്തിന്റെ അങ്കണത്തിലൂടെ, ഒരു പ്രതിഷ്ഠ നടക്കുന്ന വഴിയിലൂടെ രണ്ടാളുകൾ, രണ്ട് വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ നടന്നു പോവുകയാണ്. അതുവഴി നടന്നു പോയപ്പോ ആ നാട്ടുകാരെ അവരെ പിടിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ എന്തെങ്കിലും ഒന്ന് ബലി നൽകണം. ശരിക്കും ചിന്തിക്കണം, റസൂലിന്റെ വകയെ, ഞാൻ പറഞ്ഞതല്ല. അഭീഷ്ടമനുസരിച്ച് സംസാരിക്കാത്ത റസൂലാ പറയുന്നു. രണ്ടാളുകൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. മനസ്സിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക്. ഒരു പ്രതിഷ്ഠ നടക്കുന്നിടത്തൂടെ, ബലിക്കല്ലിന് സമീപത്തൂടെ നടന്നു പോകാൻ അവര് പിടിച്ചു വെച്ചു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തെങ്കിലും ഒന്ന് ബലിയിറക്കണം. അവര് പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, തൗഹീദുള്ളവരാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ചെയ്താൽ ശിർക്കായി പോവും. അവര് പറഞ്ഞു, ഒരു ഈച്ചയെങ്കിലും അറുത്തിട്ടല്ലാതെ ഇവിടെ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഒരു ഈച്ചയെ അറുത്തങ്ങൾ വിടും. ഈ രണ്ടുപേരിൽ ജമാഅത്ത് മൈൻഡുള്ള ഒരാളുണ്ടായിരുന്നു, സലഫി മൈൻഡുള്ള ഒരാളുണ്ടായിരുന്നു. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാൻ ഈ ടേം ഉപയോഗിക്കാൻ. ഇത് ഉപയോഗിച്ചാൽ വേഗം മനസ്സിലാവും, എളുപ്പത്തിൽ ക്ലിക്കാവും. ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനുണ്ടായിരുന്നു, ഒരു മുജാഹിദും ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ വിചാരിച്ച് ഒരു ഈച്ചനല്ലേ അറക്കണ്ടുള്ളൂ, സാരല്ല, കുഴപ്പമില്ല, രക്ഷപ്പെടല്ലോ, ജീവൻ രക്ഷപ്പെട്ടിട്ടല്ലോ. അയാൾ ഈച്ചനെ അറുത്തു. സെലഫിയോ ഓൻ വിട്ടില്ല, ഓൻ കണിച്ചായിട്ട് മൗലികവാദിയായിട്ട് നിന്ന് അർക്കുലാൻ തീരുമാനിച്ച്. ഓൻ സ്വർഗത്ത് പോയി എന്ന് റസൂല്, മറ്റോനോ ഓൻ നരകത്ത് പോയിന്നു. അപ്പൊ സോൾഡാറ്റി ആകണോ മുജാഹിദ് ആകണോ നിങ്ങൾ തീരുമാനിക്കാം. ദാറ്റ്സ് ഓൾ. അപ്പോ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഈ സമീപനം അപകടകരമാണ്. ഓണത്തിന്റെ ചോറ് എന്ന് പറഞ്ഞാൽ എന്താ? ഓണം ശിർക്കിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസമാണ്. പരിശോധിച്ചു നോക്ക്, ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പെരുന്നാളിന് ഒരു ഇങ്ങോട്ട് വരുന്നോ? ഒരു വന്നോട്ടെ എന്നാണ് ഞാൻ പറയാ. പെരുന്നാൾ നിങ്ങൾ ക്ഷണിച്ചോളൂ, ഒരു ചോറുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. ആദ്യത്തിലൊരു ജീവിതത്തിൽ ഒരു തൗഹീദിന്റെ ചോറുന്നാൻ അവസരം ഉണ്ടാവും. ഓല് വിളിക്കുന്ന ഈ ശിർക്കിന്റെ ചോറുന്നാനാ, ശിർക്കിൽ അധിഷ്ഠിതമായ വിശ്വാസത്തിന്റെ ചോറുന്നാനാ. അള്ളാഹ് ആഘോഷമായി നിശ്ചയിച്ച പെരുന്നാളിന്റെ ഭാഗമായി ഒരു മുസ്ലിമിന് ജീവിതത്തിൽ അള്ളാഹ് പഠിപ്പിച്ച ഒരു ദീനീ ആചാരത്തിൽ പങ്കെടുക്കാൻ ഒരു അവസരം ഉണ്ടായി. ദാറ്റ്സ് ഓൾ. ശരിക്കും ചിന്തിക്കണം. ഒരു ഹിന്ദു നമ്മളെ കള്ളുടിക്കാൻ വിളിക്കുന്നു, പോണോ? നമ്മളൊരുത്തരം ചായ കുടിക്കാൻ വിളിക്കുന്നു, ഏത് വിളിയാ ഉത്തമോ? ഏത് വിളിയാ ഉത്തമം എന്നല്ല, ഏത് വിളിക്കാൻ ഉത്തരം ചെയ്യേണ്ടത്? ഒന്ന് ശിർക്കിലേക്കുള്ള വിളിയാണ്, ഒന്ന് ഹറാമിലേക്കുള്ള വിളിയാണ്. നമ്മളവരെ വിളിക്കുന്നത് തൗഹീദിലേക്കാണ്. ഈ വ്യത്യാസം കൃത്യമായി ബോധ്യപ്പെടണം നമുക്ക്. ഞാനിത് പറയുമ്പോ ഓരോരുത്തരെയും കമ്പാട്ട് തിരിച്ചു പറഞ്ഞു നിങ്ങൾ വിചാരിക്കരുത്. ഇങ്ങനെ പറഞ്ഞിട്ടല്ലാതെ ഈ സമൂഹം നന്നാകുന്നില്ല. ഇവിടെ സോപ്പിട്ട് ഒരുപാട് ആളുകൾ പല രൂപത്തിലും മയപ്പെടുത്തി പറഞ്ഞു നോക്കി. നന്നായോ? ഇനി ഇങ്ങനെ ഞാൻ വേറൊരു യാഥാർത്ഥ്യം കൂടി പറഞ്ഞുതരാം. മയപ്പെടുത്തി പറയുന്ന ഒരുപാട് ആളുകൾ, അത് പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു മുഖാന്തരം മാറി, എത്ര പേര് മാറി? നിങ്ങളൊന്ന് പറഞ്ഞേരി. എപ്പോഴും എന്ത് തന്നെ ചീത്ത പറഞ്ഞാലും ഈ സ്ട്രോങ് പറയുന്ന പോലത്തെ കേട്ട് മാറിയെന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്തേ കാരണം? ജനങ്ങൾ അത്രയും ശിർക്കിലാണ്, അന്ധവിശ്വാസത്തിലാണ്. നൂറ്റാണ്ടുകളായി അവരുടെ മനസ്സിൽ കട്ടുപിടിച്ചു കിടക്കുകയാണ്. അവരെ നന്നാക്കാൻ വളരെ ശക്തമായ ഈ ഒരു സമീപനം നമ്മൾ സ്വീകരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ കാലതാമസം വന്നു പോയാൽ
കാലത്തിന്റെ ദൈർഘ്യം അവരുടെ ഹൃദയങ്ങളെ കടുപ്പിച്ചു കളഞ്ഞു. അവരിൽ ധാരാളം ആളുകൾ തെമ്മാടികളായി തീർന്നു. 50-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, കാലത്തിന്റെ ദൈർഘ്യത്തിന് അവസരം കൊടുക്കരുത്. എല്ലാ ഫ്ലാറ്റുകളിലും കയറി ചെല്ലണം, കൃത്യമായ ആദർശം പഠിപ്പിക്കണം. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖൈബർ വേളയിലാണ്, ആ സമയത്ത് പുതുതായി ഇസ്ലാമിലേക്ക് വന്ന കുറച്ച് ആളുകൾ. അവര് പറഞ്ഞു, നബിയെ, ബർക്കത്തിന് വേണ്ടി മുശ്രിക്കുകൾ തൂക്കിയിടുന്നൊരു ഒരു മരല്ലേ, അതുപോലെ ഞങ്ങൾക്ക് ഒരു മരം തരണം, ഞങ്ങളുടെ വാള് തൂക്കിയിടാൻ. വേറൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആയിക്കോട്ടെ, ഇലാഹ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ, അതെ ഇലാഹാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ, അങ്ങനൊന്നുമില്ല എന്നല്ല അവിടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എത്ര പരിശുദ്ധൻ. മൂസാ നബിയുടെ കൗമ് ഇലാഹിനെ ചോദിച്ചതിന് തുല്യാണ്, ഇലാഹിനെ ചോദിച്ചതിന് തുല്യാണ്. നോക്കണേ, ബർക്കത്തിന് വാള് തൂക്കിയിടാൻ ചോദിച്ചതാണവർ. എന്നിട്ട് പോലെ റസൂൽ പറയാ അത് ഇലാഹാക്കലാണ്. നമ്മുടെ കേരളത്തിലെ ലക്ഷോപലക്ഷം എന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ, ആ സമൂഹം ശിർക്കിലാണ് മനുഷ്യരെ. അവർ പറയുന്നത് എന്താ? ഇലാഹ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കേണ്ട മനുഷ്യരെ ശിർക്കാകാൻ ഇലാഹിന് നൽകേണ്ടത് എന്തോ അത് അല്ലാത്ത ആർക്ക് സമർപ്പിച്ചാലും അവർ ഇലാഹായി. ഇലാഹായ പടച്ച തമ്പുരാന് സമർപ്പിക്കേണ്ടത് ഇലാഹല്ലാത്ത ആർക്ക് സമർപ്പിച്ചാലും അത് ശിർക്കായി. ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. ആദർശ രംഗത്ത് ഈ ഒരു ബോധ്യം ഉണ്ടാവണം. ആദർശത്തിനൊരു കണിശത ഉണ്ടാവണം. എപ്പോഴും നിങ്ങൾ നോക്ക്, ഒരാള് വീട്ടിൽ വന്നു, ഞാൻ എന്റെ വീട്ടിലുണ്ടായിട്ടുള്ള അനുഭവം പറയുന്നത്. അനുഭവം പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ കാര്യങ്ങൾ വ്യക്തമായി പറയാനാണ്, അല്ലാതെ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചു പറയല്ല ഇത്. എന്റെ വീട്ടിൽ ഞാനില്ലാത്തൊരു ദിവസം ഈ സാധാരണ ഇങ്ങനെ ഒരു സ്വർണത്തിന്റെ കളറുള്ള ഒരു പ്ലേറ്റിൽ ഒരു ചുവന്ന പൊടി വെച്ച് അയിമലൊരു പാമ്പിന്റെ ചിത്രവും വെച്ച് നാഗ ദേവതക്ക് നേർച്ച എന്ന് പറഞ്ഞിട്ട് ഹിന്ദു സമൂഹത്തിൽ ഒരു ടീം ഇങ്ങനെ വരും. അങ്ങനെ എന്റെ വീട്ടിൽ വന്നു ആ നേർച്ചക്ക് വേണ്ടി പൈസ കൊടുക്കാൻ. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, ഞങ്ങൾക്കിത് ചെയ്യാൻ പാടില്ല, ബഹുദൈവത്വമാണ്, ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസത്തിനെതിരാണിത്. ഉടനെ ഈ ഹിന്ദുവായ മനുഷ്യൻ ചോദിക്കുകയാണ്, അത്ര നിങ്ങൾ മുജാഹിദല്ലേ എന്ന്. അപ്പൊ അവന്റെ അനുഭവം എന്താണ്? മുജാഹിദ് അല്ലാത്ത എല്ലാ മുസ്ലിം സംഘടനകളും ഈ കാര്യത്തിൽ സഹകരിക്കലുണ്ട്. ക്ഷമിക്കണം, ഒരു ഹിന്ദുവിന്റെ ചോദ്യമാണ്. ഞാനിത് ആരെയും കുറ്റപ്പെടുത്തി പറയല്ല, നിങ്ങൾ മുജാഹിദാണല്ലേ. ഒരു ഹിന്ദു പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു യഥാർത്ഥ ഇസ്ലാം ആരുടെ കൂടെയാണ്. വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ഞാൻ എന്റെ വീട്ടിൽ തൊട്ടടുത്ത ക്ഷേത്രത്തിലെ ഒരു ഉത്സവത്തിന് പിരിവിന് വന്നു. എനിക്ക് പരിചയമുള്ള ആളുകൾ അവർ വന്നപ്പോ ഞാൻ അവരെ വിളിച്ചിരുത്തി, കൂടെ ഇരുത്തി. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ആരാണ്? നിങ്ങളൊരു മുസ്ലിമാണ്, അതല്ല ഞാനൊരു പ്രബോധകനാണ്. നിങ്ങൾക്കറിയില്ലേ? അറിയാം. ഏകദൈവ വിശ്വാസത്തിലൂടെ പ്രസംഗിക്കുന്ന ഒരാളാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ? അറിയാം. നിങ്ങളെ ക്ഷണിച്ചു വരെ നമ്മൾ ഈ വിഷയം പറഞ്ഞിട്ടില്ലേ? അറിയാം. പിന്നെ എന്താ നിങ്ങൾ എല്ലാ മുസ്ലിങ്ങളും തരുന്നുണ്ടല്ലോ ബാലുശ്ശേരി എന്നാണ് അവരുടെ ചോദ്യം. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ വിഗ്രഹാരാധനക്കെതിരാണ്, വിഗ്രഹാരാധന ശരിയല്ലെന്ന് വിശ്വസിക്കുന്നവനാണ്. ആ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരു ഉത്സവത്തിൽ ഞാൻ നിങ്ങൾക്ക് പൈസ തരാന്ന് പറഞ്ഞാൽ എന്റെ വിശ്വാസം ഒന്ന് വേറെ, കർമ്മം ഒന്ന് വേറെ എന്ന് വന്നില്ലേ എന്ന് ചോദിച്ചാണ് അവരോട്. അതെ, മദ്യത്തിനെതിരെ ഞാൻ പ്രസംഗിക്കുക, എന്നിട്ട് ഞാൻ ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കുക, നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. ഒരിക്കലും ശരിയല്ല. എങ്കിൽ നിങ്ങൾ ഇതിന്റെ വിഷയം മനസ്സിലാക്കണം, ഞങ്ങൾ ഇതിനെതിരാണ്. നേരെ മറിച്ച് ഞാൻ അവരോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ കുട്ടിക്ക് ക്യാൻസറാന്ന് പറഞ്ഞാൽ എല്ലാവരും തരുന്നതിനേക്കാൾ 10 രൂപ അധികം ഞങ്ങൾ തരും. നിങ്ങളുടെ നാട്ടിലൊരു വീടില്ല, ഞങ്ങൾ വെച്ച് തരും. അതിനൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഒരു സ്കൂൾ വെക്കണം, അവിടെ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കണം, ഞങ്ങൾ സൗകര്യം ചെയ്തു തരും. ഇത് ഞങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്, ഞങ്ങൾ തരില്ല. എന്നിട്ട് ഒരു കാര്യം കൂടി പഠിപ്പിച്ചു, നിങ്ങൾ മനസ്സിലാക്കരുത്, ഇത് നിങ്ങളോടുള്ള വിരോധമാണ്. നബിദിനത്തിന്റെ പൈസക്ക് ഇവിടെ പിരിക്കാൻ വരും, ഞങ്ങൾ അതിനും കൊടുക്കാറില്ല. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലേ അവർക്ക് സംശയം ഉണ്ടാവും. നബിദിനത്തിന് അതിന് കൊടുക്കലില്ല. മൊയ്തീൻ ഷെയ്ഖിന്റെ ആണ്ട് കിടക്കാറുണ്ട്. മൊയ്തീൻ ഷെയ്ഖ് ഒരു മുസ്ലിമാ, നിങ്ങൾക്ക് അറിയില്ലേ? അതെ, അതിനെ ഞങ്ങൾക്കെതിരാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു കമ്മ്യൂണലായ വിഷയമല്ല, ഇതൊരു ആദർശപരമായ വിഷയമാണ്. കമ്മ്യൂണലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നബിദിനത്തിന് കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ബാക്കിയുള്ള ആളുകൾ കൊടുക്കുകയായിരുന്നു, ഞങ്ങളുടെ വിശ്വാസവുമായി. എന്നിട്ട് അവർ പറഞ്ഞതെന്നറിയോ? ഞങ്ങൾക്ക് ഇപ്പൊ ക്ലീനായി, നിങ്ങൾ ഈ വിഷയത്തിൽ വരില്ല, അല്ലാത്ത ഏത് കാര്യത്തിൽ അവർ വരും. അവർക്ക് കൃത്യമായത് ബോധ്യപ്പെട്ടു. നമ്മൾ എന്താ വിചാരിക്കുക? അവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും? തീവ്രവാദികൾ എന്ന് വിലയിരുത്തൂ. ആ ഭയപ്പാടാണ് സി ദാവൂദിന്റെ ലേഖനത്തിൽ ഉണ്ടായത്. ആ ആദർശമില്ലായ്മയാണ് സി ദാവൂദിന്റെ ലേഖനത്തിൽ ഉണ്ടായത്. ഞാനത് അങ്ങനെ തന്നെ പറയും. എല്ലാവർക്കും മനസ്സിലാക്കണം എന്നുള്ള നിലക്ക് ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കാതെ പിന്നെ പ്രസംഗം കഴിഞ്ഞിട്ട് നിങ്ങൾ സൂചിപ്പിച്ച ആളാരായിരുന്നു എന്ന് പിന്നെ ഒരു 5 മിനിറ്റ് ഒരു ചർച്ച വേണ്ട, ഇവിടെ നിന്ന് അവസാനിക്കുക. അതുകൊണ്ടാണ് സി ദാവൂദിനെ ഞാൻ പ്രത്യേകം ഉദ്ധരിച്ചത്. ഇസ്ലാം പഠിക്കണം, നമ്മൾ ഇസ്ലാമിന്റെ ആദർശത്തിലെ കണിശത പഠിക്കണം. ആദർശ കുടുംബം എന്ന് പറയുന്നത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും കണിശമായി പഠിക്കേണ്ട കാര്യം. ഏറ്റവും അത്ഭുതകരമായ കാര്യം ഞാൻ പറഞ്ഞത്, ഇവിടെ പല സംഘടനകളും പ്രവർത്തിക്കുന്നു. ആദർശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ആള് ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞു.
ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ട് 9 ആൾക്ക് നബി ബയ്യത്ത് ചെയ്തു. 10ാമത്തെ ആളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈവലിച്ചു. 10ാമത്തെ ആളിൽ നിന്ന് കൈവലിച്ചപ്പോ കണ്ടു നിന്ന ആളുകളൊക്കെ ചോദിച്ചു, ശാന്ത നബിയെ, 9 ആള് ഇസ്ലാമിലേക്ക് വരാനും അവർക്ക് കൈ കൊടുക്കാനും ഒക്കെ തയ്യാറായ നിങ്ങൾ 10ാമൻ എന്തുകൊണ്ട് കൈ കൊടുത്തില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, മുസ്ലിം അല്ല, മന്ത്രി ചൂതി ചരട കെട്ടിക്കുക, ഓൻ അത് കഴിച്ചിട്ടിട്ട് തൗഹീദ് ശരിക്കും മനസ്സിലാക്കട്ടെ, അപ്പം ഞാൻ എന്റെ കൈ കൊടുക്കും. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന നമ്മളെന്താ പറയുക, വഹാബി. വഹാബി നബി നല്ല പ്യൂർ വഹാബി ആയിരുന്നു. എന്താ മനസ്സിലാക്കിയേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഒറിജിനൽ 916 കാരറ്റ് വഹാബി ആയിരുന്നു. ഏത് ഇന്നത്തെ കാലത്ത് വഹാബിനെ വിമർശിക്കുന്നുണ്ടല്ലോ, ആ വഹാബി മുഹമ്മദ് നബി ആയിരുന്നു ഞങ്ങളുടെ ലീഡർ. മുഹമ്മദ് ബിൻ അബ്ദുല്ല, അല്ലാതെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അല്ല, മുഹമ്മദ് ബിൻ അബ്ദുല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ആ പ്രവാചകൻ കാണിച്ച മാതൃക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് 10 ആളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ആൾക്ക് കൈ കൊടുത്ത റസൂൽ 10ാമന് കൈവലിച്ചു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഒരു വീട്ടിൽ കയറി ചെന്നു. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഒരു വീട്ടിൽ കയറി ചെന്നു. അങ്ങനെ രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇങ്ങനെ തടവിയൊക്കെ അദ്ദേഹത്തിന് ഇവിടെ എന്തോ ഇങ്ങനെ തടഞ്ഞു. ചോദിച്ചു, എന്താ ഇത്? അത് ഇന്ന ആള് മന്ത്രിച്ച്, ഇന്ന ഒരു ബീവി എന്നാണ് എനിക്ക് തോന്നുന്ന, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പെണ്ണ് മന്ത്രിച്ചൂതി കൊടുത്താൽ, ആ നാട്ടിലെ അന്നത്തെ ഒരു ബീവി ആ മന്ത്രിച്ചൂതി കെട്ടിക്കൊടുത്താൽ, അദ്ദേഹം പറഞ്ഞത് എന്തറിയോ, ഇതുമായിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ മുഹമ്മദ് നബിയുടെ മില്ലത്തിനെതിരായി കാഫറായിട്ടാണ് മരിക്കുക. ഈ പോയിന്റ് ഈ ജനതയോട് ആര് പറയും? ഇവിടെ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പോപ്പുലർ ഫ്രണ്ടുകാരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിത് പറയൂ, എന്നാ എണ്ണം കുറയൂ, 1000 ആളുണ്ടെങ്കിൽ 900 ആളും അങ്ങ് പോകും. ഒക്കെ ഈ പറഞ്ഞല്ലേ പൈസിമാരും സുന്നിയും ഒക്കെ അല്ലേ ഇതിന്റെ നേതൃത്വത്തിലുള്ളത്, ശിർക്ക് ചെയ്യാന്ന് വിശ്വസിക്കുന്നവരല്ലേ. ഞാനത് വെറുതെ പറയല്ല. സലീം അഹദാനി എന്ന് പറയുന്ന ഒരു പണ്ഡിത മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു. SSFന്റെ ജില്ലാ സെക്രട്ടറിയായി ശിർക്ക് പ്രസംഗിക്കുന്ന കാലത്ത് NDFന്റെ സ്റ്റേറ്റ് നേതാവാണ് മൂപ്പര്. NDFർക്ക് ഒരു വിഷമം ഉണ്ടായില്ല. അല്ലല്ലാത്തവരെ വിളിച്ചാരാധിക്കുന്ന ഹമദാനിയെ നേതാവാക്കാൻ NDFന് പ്രശ്നം ഉണ്ടായില്ല. കാരണം NDF ആദർശ പ്രസ്ഥാനമല്ല, NDF ഒരു ചൂടൻ പ്രസ്ഥാനമാണ്, ഒരു ചൂടന്മാരുടെ സംഘടന, കുറെ കോപാകുലരുടെ സംഘടന, കൃത്യമായി പറഞ്ഞാൽ ചില കംപ്ലൈന്റ് ഉള്ളവരുടെ സംഘടന. വേറെന്താ ഉള്ളത്? ആദർശപരമായി എന്ത് പ്രതിബദ്ധതയാണ് ഇസ്ലാമിനോടുള്ളത്? അല്ലെങ്കിൽ അവർ പ്രഖ്യാപിക്കോ അള്ളാഹിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായിരുന്നു ബദറിൽ പങ്കെടുത്ത്. ബദറും ഉഹുദും ഖന്തക്കും ഹുനൈനും ഖൈബറും ഖാദിസിയും ഒക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ബദറിൽ പങ്കെടുത്ത 313-ൽ എത്ര പേരുടെ അരയിൽ ചരടുണ്ടായിരുന്നു മന്ത്രിച്ചൂതിയെ? ഇപ്പൊ എങ്ങാനും പോപ്പുലർ ഫണ്ട് ഒരു യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ എല്ലാത്തിന്റെ കയ്യിലും കൈമലും ഉണ്ടാവും. യോ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞിട്ടാണ് എന്റെ സ്റ്റേജ് കയ്യേറാൻ പോപ്പുലർ ഫണ്ട് വന്നത്. പിന്നെ അവർക്ക് എന്ത് തൗഹീദ്, അവർക്ക് എന്താ ആദർശം? എന്താ ആദർശം? ഏത് ഖുർആൻ, ഏത് സുന്നത്ത്? ഏതോ ആളുകൾ, തീവ്രവാദികൾ, ജൂതന്മാരുടെ മൊസാദിന്റെ ഒക്കെ നേതൃത്വം നടന്ന ക്ലാസ്സിൽ പഠിച്ചു മനസ്സിലാക്കിയവർ ഇങ്ങോട്ട് വന്നിട്ട് കൊടുത്ത കുറെ ട്രെയിനിങ് അല്ലാതെ വേറെന്താ അതിനുള്ളത്? അതിൽ പോയി പെട്ടുപോയ മനുഷ്യന്മാരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു. ഇന്നിപ്പോ ഒരു സിമി പ്രവർത്തനം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്താണ് പ്രശ്നം? എന്താണ് ഇതിലെ പ്രശ്നം? ഇതിലൊക്കെ ഒരു ആദർശമില്ലായ്മ എന്താണ്? കൃത്യമായ ഒരു തൗഹീദി പ്രബോധനം. മനുഷ്യരോട് എത്ര ലളിതമായി നമുക്ക് പറയാൻ ഒരു ആദർശം നമ്മുടെ കയ്യിൽ. ഒരു ഫ്ലാറ്റിൽ കയറി, എടാ നീ എന്റെ കൂട്ടുകാരനായിട്ട് ഈ ഫ്ലാറ്റിലുള്ളത് ഞാൻ ഇന്നറിഞ്ഞു. ഞാൻ ഇന്ന് വന്ന് എന്തിനാണെന്നറിയോ നിനക്ക്? നിന്നെ ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച പടച്ചോനിലേക്ക് ക്ഷണിക്കാനാണ്. എന്തൊരു സുഖമുള്ള വിശ്വാസം! ആകാശഭൂമികളെ സൃഷ്ടിച്ച് പഞ്ചായത്തിന്റെ ദൈവത്തിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഓരോ വ്യക്തികളിലേക്ക് ക്ഷണിക്കുന്ന ഒരു അവസ്ഥാവിശേഷം. ഈ അടുത്ത കാലത്ത് മരിച്ചുപോയൊരു മനുഷ്യ ദൈവം, മൂപ്പരെ ഏറ്റവും സ്വകാര്യ സ്ഥലത്ത് നിന്ന് കിട്ടിയ കോടിക്ക് കണക്കില്ല എന്നാ. കുറെ ആൾക്കാർ ഒന്നിച്ചിരുന്ന് 6 മണിക്കൂർ എണ്ണീറ്റ് മൂപ്പരെ കറൻസി തീർന്നിട്ടില്ല. ഗോൾഡും സായിബാബന്റെ ആരാന്റേത് അടിച്ചു കൊണ്ടുവന്ന് കിണ്ടല് കണക്കിന് കൂട്ടിയിട്ട് സ്വർണവും പണവും സുഗന്ധ സൗന്ദര്യവർദ്ധക വസ്തുക്കളും, ഇതാണ് ഇവരൊക്കെ ഇതാണ് പാവങ്ങളുടെ ധനം തിന്ന് മുടിച്ചവർ. അവരുടെ പിന്നാലെയാണ് ഇവിടുത്തെ രാഷ്ട്രപതിമാർ, ഇവിടുത്തെ മന്ത്രിമാരുടെ പാദസേവ ചെയ്തവർ, അവരുടെ കാല് കഴുകിയ വെള്ളം കുടിച്ചവർ. ഇവർക്കൊക്കെ ആര് ഈമാൻ കൊടുക്കും? ആര് പറഞ്ഞു കൊടുക്കും? ഫിറൗനിന്റെ കൊട്ടാരത്തിൽ മൂസാ നബി കയറി ചെന്ന പോലെ, നമ്രൂദിന്റെ കൊട്ടാരത്തിൽ ഇബ്രാഹിം നബി കയറി ചെന്ന പോലെ ഇവരുടെ കോട്ടക്കൊത്തലങ്ങളിൽ ആര് കയറി ചെല്ലും? അത് വളരെ പ്രധാനമാണ്. ആര് കയറി ചെല്ലും? ഏത് മന്ത്രി പുങ്കവന്റെയും കൊട്ടാരത്തിൽ ലോകത്തെ സൃഷ്ടിച്ച പടച്ചവനിലേക്ക് ക്ഷണിക്കാൻ ആര് കയറി ചെല്ലും? അതൊരു വലിയ ഘടകമാണ്. അതിന്റെ ഒരു വേദന അത് നിങ്ങൾക്ക് എത്ര കണ്ട് മനസ്സിലാകുന്നു എന്ന് എനിക്കറിയില്ല. ഖുർആൻ ഒരാവർത്തി വായിച്ചാൽ കിട്ടുന്ന ആശയ പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ ലയിച്ചു ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആവേശമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഏതൊരു ഗ്രന്ഥത്തിന്റെ മഹനീയതയുടെ ആ മഹത്വത്തിന്റെ പേരിൽ മുസ്ലിം സൊസൈറ്റി എന്നും അഭിമാനം കൊണ്ടോ ആ ഗ്രന്ഥത്തെ നെഞ്ചിലേറ്റാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയാതെ പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
ഒരിക്കലും വക്രതയില്ലാത്ത, എത്രത്തോളം അറിയോ നിങ്ങൾക്ക്? ഇപ്പം സൂറത്ത് അഹ്റാഫിൽ ഒരു കഥ പറയുന്നുണ്ട്. അല്ലാഹു മനുഷ്യർക്ക് പഠിക്കാൻ വിശ്വാസരംഗത്ത് കുടുംബമായി ജീവിക്കാൻ പഠിക്കേണ്ട കാര്യമാണ്. ഭാര്യ വിവാഹം കഴിഞ്ഞു, ഭാര്യ ഗർഭിണിയായില്ല, ഒരല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു. നല്ലൊരു ഭാര്യ ഗർഭം ധരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഭാര്യ ഗർഭിണിയായപ്പോ ആ ദമ്പതികൾ പ്രാർത്ഥിക്കാൻ നല്ലൊരു കുഞ്ഞിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രാർത്ഥന, അവർക്ക് നല്ലൊരു കുഞ്ഞുണ്ടായി കൊടുത്തു. ആ ഭാര്യ പ്രസവിച്ച ഉടനെ അവർ പറഞ്ഞതായി സൂറത്ത് അഹ്റാഫ് രേഖപ്പെടുത്താൻ, ഇത് ഇന്ന് ഷെയ്ഖിന്റെ ബർക്കത്തുകൊണ്ടുണ്ടായതാണ്, അവരതാ ശിർക്ക് ചെയ്യുന്നു എന്ന് സൂറത്ത് അഹ്റാഫ്. ശിർക്ക് എന്താന്ന് വേഗം മനസ്സിലാവും. അല്ലാഹു പറയാണ്, ഒരു കുഞ്ഞിന് വേണ്ടി അവർ ദ്വാരുന്നു, പ്രസവിച്ചവർ പറയാ അന്ന് ഷെയ്ഖിന്റെ ബർക്കത്തുകൊണ്ടാ, അതിൽ ശിർക്കില്ല എന്നാ കൗമ് പറയുന്നത്. അല്ലാഹു പറയാ അവരതാ ശിർക്ക് ചെയ്യുന്നു സൂറത്ത് അഹ്റാഫിൽ. വായിച്ചു നോക്ക്, ആശ്ചര്യപ്പെടുന്നുണ്ടല്ലേ? വായിച്ചു നോക്കേ, വിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കേ, സൂറത്ത് നൂഹ് വായിച്ചു നോക്കേ. സൂറത്ത് നൂഹ് വായിച്ചാ കാണാ 5 ഔലിയാക്കളെ വിളിച്ചു ദ്വേരുന്നവർ, 5 ഔലിയാക്കളോട് ഇസ്തിഗ്ഫാർ നടത്തിയവർ. തഫ്സീർ ഖുർതുബി, ഇബ്നു ജരീർ തബരി വായിച്ചു നോക്ക്, 71-ാം അധ്യായം 28 ആയത്ത്. അതെങ്കിലും ഒന്ന് വായിക്കാൻ. സൂറത്ത് നൂഹ് മാത്രം വായിച്ചാൽ മനസ്സിലാവും ഇവിടുത്തെ മുസ്ലിം സംഘടനകളിൽ ഏത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പഠിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കണം. അള്ളാഹുവിന്റെ ഗ്രന്ഥമായിരിക്കണം നമ്മുടെ പിൻബലം. അള്ളാഹു പറഞ്ഞില്ലേ, ഇത് സൂറത്ത് 10-ാം അധ്യായം സൂറത്ത് യൂസിൽ 58 പറഞ്ഞില്ലേ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു വഖൈറും മിമ്മാ യജ്മഊൻ. ആ ഖുർആനിന്റെ പേരിൽ ആഹ്ലാദിക്കാൻ, അതാകുന്ന സമ്പാദ്യമോർത്ത് ആഹ്ലാദിക്കാൻ. അല്ലാഹു പറയുന്നത്, നിങ്ങളുടെ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും ഉത്തമം ആ ഗ്രന്ഥമാകുന്നു, ആ ഗ്രന്ഥത്തിന്റെ പഠനമാകുന്നു. അതുകൊണ്ട് ആനന്ദിച്ചോളീ, അതുകൊണ്ട് സന്തോഷിച്ചോളീ. ആ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. ആ സന്തോഷം നിലനിൽക്കുന്ന ഒരു കുടുംബാന്തരീക്ഷം, എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുരൂപമായ ഒരു കുടുംബം, കൈനോട്ടക്കാരനെ സമീപിക്കാത്ത ഭാര്യ, നമ്മളില്ലാത്ത നമ്മുടെ അഭാവത്തിൽ നേർച്ച സ്ഥലത്ത് പോകുന്ന എത്രയോ സ്ത്രീകൾ അല്ലേ? നമ്മൾ അറിയുന്നില്ല അവർ ശിർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു രോഗം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, 2 ആഴ്ച കുട്ടിക്ക് തുടർന്നാൽ 3-ാമത്തെ ആഴ്ച തൊട്ടടുത്ത് തള്ള വന്നിട്ട് പറയല്ല, നീ മുജാഹിദിനൊക്കെ സമ്മതിച്ച് എന്റെ കുട്ടിക്ക് രോഗം മാറിയോ? അല്ലാഹുവിനോട് തേർന്നില്ലേ? മാറിയോ? നല്ല ഡോക്ടറെ കാണിച്ചില്ലേ? മാറിയോ? ഒരു കാര്യം ചെയ്യ്, എന്നാ ഒരു ദർഗയിലുണ്ടെന്ന് അവിടെ പോയിക്കോ. പോവുകയാണ് മനുഷ്യന്റെ മനസ്സ് മാറി പോവുകയാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിൽദുൽമി. അല്ലാഹു പറയാൻ, വിശ്വസിക്കുകയും മുസ്ലിം ആയതിനു ശേഷം ശിർക്ക് ചെയ്യുന്ന അല്ലാഹു പറയാൻ, വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ദുൽമ കലർത്തുകയും ചെയ്യാത്തവർ അവർക്കാണ് നിർഭയത്വം. വിശ്വസിച്ചിട്ട് ദുൽമ കലർത്തുക. ഇത് ചോദിച്ചപ്പോ, ഈ ആയത്തിറങ്ങിയപ്പോ 6-ാം അധ്യായം 82-ാമത്തെ വചനം ഇതിറങ്ങിയപ്പോ സ്വഹാബികൾ ചോദിക്കുകയാണ്, നബിയെ, വല്ല ദുൽമും ചെയ്യാത്ത ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ നബിയെ? വല്ല ദുൽമും ചെയ്യാത്ത ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ റസൂലേ? അപ്പൊ റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ ദുൽമ എന്നതുകൊണ്ട് ഇന്ന ശിർക്കല ദുൽമുൻ അളീം, 31-ാം അധ്യായം 13-ാമത്തെ വചനമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് റസൂൽ പറഞ്ഞു. ശിർക്കാകുന്ന ദുൽമ ഏറ്റവും ജാഗ്രത പുലർത്തേണ്ടത് നമ്മൾ അതാണ്. നമ്മുടെ ഉമ്മത്തിൽ ശിർക്ക് വരുന്നതിനെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. മുൻകാലങ്ങളിലൊക്കെ തൊട്ടിലൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടിൽ പൊട്ടി കുട്ടി താഴെ വീണ, എന്റെ ബദരീങ്ങളെ എന്റെ കുട്ടി എന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു ഇവിടെ. ഇന്നും ആ സമൂഹത്തെ രക്ഷപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ലേ? ഇനി ഇരിക്കുന്ന നിങ്ങളോടൊക്കെ ചോദിക്കട്ടെ, നമ്മളൊക്കെ ശിർക്കിന്ന് രക്ഷപ്പെട്ടവരായിരിക്കും ഇൻഷാ അല്ലാഹ്. എന്നാൽ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാത്ത, ഇന്നും ഇവിടുത്തെ പല റൂമുകളിലും ഒന്നിച്ചൊരു മുസ്ലിയാര് ഇരുന്നിട്ട് ബെയ്ത്തും ദിക്റും വ്യാഴാഴ്ച ദിക്ർ ഹൽക്കയും എന്തൊക്കെയോ ചൊല്ലിക്കൂട്ടി പള്ള നിറച്ചും തിന്ന് കിട്ടുന്ന ദീനാറും വാങ്ങി കീശയിലിട്ട് ഉസാറ് എന്ന് പറഞ്ഞ് പോരുന്ന ഒരു കൗമ് ഈ നാട്ടിലുണ്ട്. അധ്വാനിച്ച പൈസ മുഴുവനും ഹറാമായ കാര്യത്തിന് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഏറ്റവും ഗുരുതരമായ കള്ളു കുടിക്കാറുണ്ട് പലരും. ആ പൈസ കൊണ്ട് പല ഹറാമുകളും ചെയ്യാൻ, അതിനേക്കാൾ വലിയ പിഴച്ച പണി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശിർക്ക് എല്ലാവരും മനസ്സിലാക്കി. എന്താ, ഒരു ഉസ്താദ് ഇങ്ങനെ കള്ളു കുടിച്ചു വരുന്ന കണ്ടാൽ ഭയങ്കരമായി നമ്മൾ ആ പ്രശ്നമായി കളയും, ഇഷ്യൂ ആക്കും അല്ലെ? ഒരു ഉസ്താദ്, ഒരു പള്ളിയിലെ ഉസ്താദ് കള്ളു കുടിച്ചു എന്ന് പറഞ്ഞാൽ ആ മഹലിൽ വമ്പിച്ച കുളലൊക്കെ ആയിരിക്കും അല്ലെ? ഒരു ഉസ്താദ് വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ മഹലിൽ അപാരക്കുളലൊക്കെ ആയിരിക്കും. ആ ഉസ്താദ് ഒരു ദർഗയിലേക്ക് സിയാറത്തോട് കൊണ്ടുപോയി അവരെ വിളിച്ചു പ്രാർത്ഥിപ്പിച്ചു എന്ന് പറഞ്ഞാലോ, നല്ല ഉസ്താദാ, മൂപ്പർ പോലെ ഒരു ഉസ്താദിനെ കിട്ടിയില്ല. ശരിക്കും ഇസ്ലാം പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം വ്യഭിചരിക്കുന്നതിനേക്കാളും ഓൻ കള്ളുടിക്കുന്നതിനേക്കാളും ഓനെ അടിച്ച് ശരിയാക്കേണ്ടത് ഈ പണി ചെയ്തതിന്റെ പേരിലാണ്. പക്ഷെ നമുക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. ഏറ്റവും വലിയ ശിർക്ക് ചെയ്തിട്ടാ വരുന്നത്, അതിന് നമുക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. ശിർക്കിനെതിരെ ജാഗ്രത പുലർത്തിയ സ്വഹാബത്തിന്റെ വഴികൾ എവിടെയാണ് നമ്മൾ പരിശോധിക്കണം. സ്വഹാബത്ത് ഈ രംഗത്ത് നിങ്ങൾക്കറിയാലോ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു, ഗൗരവമാണ് ഞാൻ പറയും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഒരു സമൂഹത്തിന്റെ കൂടെ ഇങ്ങനെ പോകാൻ, അവരിങ്ങനെ നടന്നു പോകുന്നതിനിടെ കാണാം
ഒരു ജനവിഭാഗം ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഡൈവേർട്ട് ചെയ്തിട്ടൊരു വിഭാഗം ഇങ്ങനെ പോണ്. കുറച്ച് ആളുകൾ അവർ ഡൈവേർട്ട് ചെയ്തിട്ട് വേറൊരു വഴിക്ക് അദ്ദേഹം വിളിച്ചു പറയണേ, ഏയ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തെ എന്തായി? അമ്പിയാക്കളുടെ ആസാറുകൾ തേടിപ്പോയ ഒരു ജനത, ഇന്നമാഹിലക്ക മൻകാന ഖബലക്കും, നിങ്ങൾക്ക് മുമ്പ് നശിച്ചു പോയിട്ടുണ്ട്. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നിസ്കരിച്ചു പോയിട്ട് അവൻ തേടി പോവുക കൗമ്, ആ മണ്ണ് തേടി പോവുക കൗമ്. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഹറമിൽ എവിടെയൊക്കെ ആ ഇറാ ഗുഹയിൽ വരെ ഞാൻ ആശ്ചര്യപ്പെട്ടു പോയിരുന്നു. വെറുതെ ആ ഇറാ ഗുഹ കാണാനൊന്ന് കയറിയാൽ അതിലൊരു സുന്നത്തുമില്ല, ഒരു പുണ്യവും ഇല്ല. ചരിത്രത്തിന്റെ ഭാഗമായി അതൊന്ന് കാണുക. അടുക്കാൻ കഴിയുന്നില്ല അങ്ങോട്ട്. അവിടെ പരിശോധിച്ചു പാകിസ്ഥാനികളും ഇറാനികളും പിന്നെ എസ്എസ്എഫുകാരും അവിടെ സുജൂദോട് സുജൂദ് ഇങ്ങോട്ട് പിടിച്ചിട്ട് പറിച്ചിട്ട് കിട്ടേണ്ട ഈ സാധനങ്ങളെ ഇതിന്റെ ഉള്ളൊന്ന് കാണാൻ. എന്നിട്ട് അവിടെ എസ്എസ്എഫ് ഒന്ന് എഴുതിയ ചെയ്യും. ഇതൊക്കെ ഒരു മാനസിക പിരിയല്ലാതെ എന്താ ഈ അവിടെ എന്താ എസ്എസ്എഫ്? നിങ്ങൾ ആലോചിച്ചു, ഇതൊക്കെ ഒരു തരം കിർക്കാൻ, ഒരു തരം പ്രാന്തൽ, അക്ഷരങ്ങളോടുള്ള ഒരു തരം ആരാധന. ഈ കൗമ അവിടെ കാണിച്ചുവിട്ടുന്നേ. നിങ്ങൾ പോയി നോക്കി, ഞാൻ വെറുതെ പറയല്ല. 5 or 6 തവണ ആ ഉഹുദ് മല ഞാൻ കണ്ടു. ഉഹുദ് മല ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ചെറുതാകല്ല, അതിന്റെ മുകളിൽ മണ്ണ് മാന്തിക്കൊണ്ട് കൗമ കുപ്പിയിലാക്കിയിട്ട് ഈ പറഞ്ഞ എസ്എസ്എഫും ഈ ഷിയാക്കളും നല്ല ഏതെങ്കിലും ഒരു പർവ്വതം പൊട്ടിക്കാൻ നിങ്ങൾ ബുൾഡോസർ ഒന്നും കൊണ്ടുപോണ്ട, വല്ല ഔലി ഇരുന്ന് പറഞ്ഞിട്ട് കൗമിനെ വിട്ടാൽ മതി, ഒരു നാക്കി തുടച്ചോളൂ. വല്ലാത്തൊരു കൗമിനെ, ഈ കൗമിനെ ആര് നന്നാക്കും? എന്നൊരു നബി വരാനില്ല കേട്ടോ, ഞാൻ വളരെ തീർത്ത് പറയുന്ന ഒരു പ്രവാചകൻ വരാനില്ല. ഈ കൗമിനെ നമ്മൾ നന്നാക്കണം, ഞാനും നിങ്ങളും നന്നാക്കണം. അതിന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ശക്തമായി ദീന് പഠിക്കണം, ശക്തമായി കുടുംബത്തിൽ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അതിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം. അസ്ഹാബുൽ ഖൗഫിന്റെ പ്രത്യേകത എന്താ? ആ രാജാവിനോട്, ആ നാട്ടിലെ സൈന്യത്തോട്, ആ പടനായകനോട് ഈ പാപം പിടിച്ച 10 താഴെ വരുന്ന ഒരു പട്ടം ചെറുപ്പക്കാർ പറയാൻ, അന്നല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ കിട്ടൂല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഗുരുതരമായ അന്യായം ചെയ്തവരായി പോകും ഞങ്ങൾ. 18-ാം അധ്യായം 13-14 വചനങ്ങൾ. ഈ ഒരു പ്രഖ്യാപനമാണ് കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപനം. ഈ ഒരു ആദർശമാണ് സമൂഹത്തിൽ നമ്മൾ പുലർത്തേണ്ട ആദർശം. ഇങ്ങനെ ഒരു ആദർശം പുലർത്തുമ്പോൾ എന്തുണ്ടാവും? ഇങ്ങനെ ഒരു ആദർശം പുലർത്തുമ്പോൾ സംതൃപ്തമായൊരു കുടുംബം ഉണ്ടാവും. നേരെ മറിച്ച് മറ്റേതല്ല. ഓക്ക് വാപ്പ മരിച്ചെന്ന് ഖുർആൻ ഓതാൻ പോണം, കണ്ണൂക്കിന് പോണം, പിന്നെ ദർഗക്ക് പോണം, പിന്നെ സിയാറത്ത് ടൂറിന് പോണം. അപ്പോഴൊക്കെ മുജാഹിദായ ഇങ്ങനെ തൊള്ളിലൂക്കിക്ക് തന്നെ ഓളെ വിടാണ്ടിരിക്കാൻ പറ്റൂല. ആദർശ കുടുംബം എന്ന് പറയുന്നത് ആദർശത്ത് പൊരുത്തുള്ള ഒരു കുടുംബമാണ്. ഇബ്രാഹിം നബിയെയും ഹാജറ ബീവിയെയും നിങ്ങൾ നോക്ക്, ഖദീജ ബീവിയെയും റസൂലുള്ളാഹിനെ നിങ്ങൾ നോക്ക്. നേരെ മറിച്ച് റസൂലുള്ളാഹ് തൗഹീദ് പറയാൻ ഇറങ്ങി തിരിച്ചു. നബീന്റെ 2 മക്കളെയാണ് അബൂലഹബ് തലാഖ് ലഭിച്ചത്. അബൂലഹബിന്റെ 2 മക്കളായിരുന്നു റസൂലുള്ളാഹിന്റെ 2 മക്കളെ. ഒന്ന് ഉമ്മു കുൽസൂം, 2 റുഖയ്യ. അവർ 2 പേരെയും കല്യാണം കഴിച്ചതാരായിരുന്നു? അബൂലഹബിന്റെ 2 കുട്ടികളായിരുന്നു, ആൺകുട്ടികൾ. നബി തൗഹീദി പ്രബോധനം തുടങ്ങി. അന്ന് തന്നെ കിട്ടി നബിക്ക് തിരിച്ചടി. 2 മക്കളെയും തലാഖ് ചെയ്ത് വീട്ടിലേക്ക് വെച്ചു. നമുക്കൊന്നും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. എങ്ങനെ? നബിയുടെ പൊന്നോമന മക്കളെ നബി തൗഹീദ് പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ 2 ആളെയും തൊലാക്കല്ലിച്ചു വീട്ടിലേക്ക് പറഞ്ഞയച്ച് നബിക്ക് ആദ്യത്തെ അടി അബൂലഹബ്. എല്ലാം കൊണ്ട് അടി കൊടുത്ത ആളാണ് അബൂലഹബ്. അതുകൊണ്ട് പുഴുത്ത് നാറി കേട്ടോ, പുഴുത്ത് നാറി മനുഷ്യൻ കൊണ്ടുപോയിട്ട് മണ്ണടക്കാതെ ദൂരെ നിന്നിട്ട് മണ്ണിങ്ങനെ മാന്തി എറിഞ്ഞിട്ടാണ് അത്രേ ഈ ഖുർആൻ വിമർശിച്ച ഈ മഹാപ്രതിഭാസം മണ്ണ് ചേർന്നത്. ദുർഗന്ധം വമിച്ച് അടുക്കാൻ കഴിയാതെ അബൂലഹബിനെ കബറടക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. കൗമിന് മണത്തിട്ട് അടുക്കാൻ കഴിയാതെ ദൂരെ നിന്ന് മണ്ണ് മാന്തിയിട്ടിട്ട് നാട്ടുകാർ ഓടിപ്പോവുക ചെയ്ത്. അള്ളാഹു പറഞ്ഞ ആ അബൂലഹബ് നബീനെ നബിദിനം കഴിച്ചു എന്നുള്ളതാണ് ഇവർക്ക് തെളിവ്. അതും കൂടെ നിങ്ങൾ ഓർത്ത് പറയണ്ടേ? മനസ്സിലായോ? ഈ കൗമിന് ഖുർആൻ തെളിവില്ല, സുന്നത്ത് തെളിവില്ല. ഇപ്പൊ പിടിച്ചിരിക്കുന്ന അബൂലഹബ് പറ്റിയ പാർട്ടിയാണ്, ഓൾക്ക് പറ്റിയാണ്, നല്ല പിടിക്കാൻ പറ്റിയ ടീമാണ്. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ആലോചിക്കണം. ഞാനൊരല്പം സ്ട്രോങ് ആയിട്ട് സംസാരിച്ചത്, അല്പം സ്ട്രോങ് ആയി സംസാരിക്കാനുള്ള കാരണം ഈ ഉമ്മത്തിന്റെ അങ്ങേയറ്റത്തെ വ്യതിയാനവും ഈ ഉമ്മത്ത് സമൂഹത്തെ പിഴപ്പിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നു എന്നുള്ളതുമാണ്. ഈ ശ്രമം ഇവിടെ നടക്കുമ്പോൾ ഒരാദർശ കുടുംബത്തെ കുറിച്ച് കൃത്യമായൊരു ബോധ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമ്മിലൂനിയ ഖദീജ എന്ന് പറഞ്ഞപ്പോൾ നബീനോടുള്ള ഇഷ്ടവും അതാണ് ആ പൊരുത്തം, ആദർശത്തിലുള്ള ആ ഒരു പൊരുത്തം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യം, നൂഹ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്റെ കണ്ണുകൾ എപ്പോഴും നിറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് നൂഹ് നബി അലൈഹി സ്വലാമിന്. നമ്മളൊക്കെ വീട്ടിലേക്ക് കയറി ചെന്നാൽ സെയ്ദ് മൗലവി രണ്ടത്താണി സുബ്ഹാനല്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ, അടി കിട്ടിയിട്ട് അദ്ദേഹത്തിന്റെ ജുബ്ബക്കുപ്പായം പിന്നിപ്പോയിട്ട് അടിച്ചിട്ടത് പിന്നിപ്പോയിട്ട് അദ്ദേഹം ചോര ഇങ്ങനെ പിഴിഞ്ഞിട്ട് ആ ഷർട്ട് ഇറയില് ഒരു പീഡികത്തിണ്ടയിലായിരുന്നു സെയ്ദ് മൗലവി രോഗിയായി കിടന്ന കാലത്ത് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇങ്ങനെ ഒരു കർട്ടൻ ഇട്ടിട്ട് ആ കർട്ടന്റെ പിന്നിൽ ജീവിച്ചിരുന്ന ഒരു സമയം. ആ പീഡികത്തിണ്ടയിൽ, ആ ഓലമേഞ്ഞ പീഡികത്തിണ്ടയിൽ തന്റെ ജുബ്ബക്കുപ്പായ ഇങ്ങനെ കൊളത്തിയിട്ടിട്ട് സെയ്ദ് മൗലവി കുപ്പായമില്ലാതെ തൗഹീദ് പ്രസംഗിച്ച് വരുന്നൊരു രംഗം
ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ത്യാഗങ്ങൾ എന്താണ്, പ്രയാസങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പ്രബോധന ദൗത്യം ഉണ്ടല്ലോ, ഈ ഒരു ത്യാഗം, ഈ ഒരു ആദർശപ്പൊരുത്തം, ഒരു കയറി വരുമ്പോൾ സ്വീകരിക്കാൻ തൗഹീദുള്ളൊരു ഭാര്യ ഉണ്ടായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം. നമ്മളൊക്കെ തന്നെയും വീട്ടിലേക്ക് കയറി ചെന്നാൽ തൗഹീദുള്ള ഉമ്മ, തൗഹീദുള്ള വാപ്പ, തൗഹീദുള്ള അനുജൻ, തൗഹീദുള്ള പെങ്ങള്, തൗഹീദുള്ള ഭാര്യ, തൗഹീദുള്ള മക്കള്. ഞാൻ പറഞ്ഞു വന്നത്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ നൂഹ് നബിക്ക് എതിരായി. നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്യുന്ന ആദർശത്തിനെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ നൂഹ് നബിക്ക് ഭ്രാന്താണെന്ന് പ്രചരിപ്പിച്ചു. നൂഹ് നബി അലൈഹിസ്സലാം വീട്ടിലേക്ക് കയറി വരുന്ന രംഗം ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. വേദനയായിരുന്നു. സ്വന്തം മകൻ പേച്ചുപോയി, ഭാര്യ എതിരായിരുന്നു. എന്ത് സമാധാനമാണ് അവിടെ? അള്ളാഹുവിനോട് പറയുന്നു. അള്ളാഹുവിനോട് അദ്ദേഹം പറഞ്ഞു 950 വർഷം ക്ഷമിച്ചു. നേരെ മറിച്ച് ഇബ്രാഹിം നബി, സാറയും ഹാജറയും, ഇബ്രാഹിം നബിയെ നല്ല ഇഷ്ടമുള്ള 2 ഭാര്യമാർ. സാറ ബീവിയാണ് യഥാർത്ഥത്തിൽ ഹാജറ ബീവിയെ ഇബ്രാഹിം നബിക്ക് തിരഞ്ഞെടുത്തു കൊടുക്കുന്നത്. ആദർശപരമായി പൊരുത്തത്തിലായി, മകനുമായി നല്ല പൊരുത്തത്തിലായി. മോനെ, നിന്നെ അറക്കണം, ആയിക്കോട്ടെ വാപ്പ, എന്നെ ക്ഷമാലുക്കളിൽ നിങ്ങൾക്ക് കാണാം. ആദർശ പൊരുത്തമായിരുന്നു. എതിർപ്പില്ലാത്ത ഒരു പട്ടികയായിരുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാം ഭാര്യ എതിരായിരുന്നു. നേരെ മറിച്ച് ആദർശം സ്വീകരിച്ച് നെഞ്ചിലേറ്റിയ ഫിറൗനിന്റെ ഭാര്യ ആദർശവാദിയായി പോന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, പറഞ്ഞ സമയം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, എന്റെ വാക്കുകളുടെ മൂർച്ച നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. മറിച്ച് ഈ സമൂഹം എത്തിപ്പെട്ട അപകടം, സ്വർഗം ഒരു കഥയായിരുന്നുവെങ്കിൽ, നരകം ഒരു വെറും കഥയായിരുന്നുവെങ്കിൽ, യാഥാർത്ഥ്യത്തിന് യാതൊരു തരിമ്പും ആവശ്യത്തിലില്ലായിരുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളൊരു മാർഗവുമായി സംസാരിക്കാമായിരുന്നു. സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്, നരകമൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആ നരകത്തിലേക്കുള്ള യാത്ര നിസ്സാരമായൊരു കാര്യമല്ല എന്നതുകൊണ്ട് തന്നെ യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാനല്ലാഹ് വഅതാന റസൂല എന്ന് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. മുഖം കമയുന്ന നരകത്തിൽ വീഴുന്ന ഒരു ദിവസം. ഞങ്ങൾ സാദാത്യങ്ങളെയും കുബറായിങ്ങളെയും അനുസരിച്ച് അവർ പഠിപ്പിച്ചു തന്ന തെറ്റായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സ്വീകരിച്ച് ഖബറാളികളോട് വിളിച്ചു പ്രാർത്ഥിച്ച്, അമ്പിയാക്കളോടും ഔലിയാക്കളോടും പ്രാർത്ഥിച്ച്, അവരുടെ മോചിതത്വം കറാമത്തും വിറ്റ് ഞങ്ങൾ ശിർക്ക് ചെയ്തപ്പോഴും ബിദ്അത്ത് ചെയ്തപ്പോഴും ഇല്ലാത്ത ബിദ്അത്തുകളുടെ പിന്നാലെ പോയപ്പോഴും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു നരകം. അതുകൊണ്ട് തന്നെ പടച്ചവനേ, റബ്ബനാ ആതിൽ ദൈഫൈന മിനൽ അദാബ്, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിലെ വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് സൂറത്ത് അഹ്സാബ് 66, 67, 68 വചനങ്ങളാണ്. ആ ഭയചകിതമായ നിമിഷത്തിൽ നിന്നുള്ള മോചനം, അതിനുവേണ്ടി ഇവിടെ കൂടിയ നിങ്ങളോട് ഈ ചരക്ക് പിടിച്ച സമയത്തിനിടയിലും ഇത്രയേറെ ആളുകൾ ഇത് വന്ന് കേട്ടു എന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. എനിക്കൊരു കാര്യമാണ് നിങ്ങളോട് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇസ്ലാഹി സെന്റർ, കുവൈറ്റ് കേരള ഇസ്ലാഹി സെന്റർ ആദർശത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സംഘടനയുണ്ട് ഇവിടെ. ഇതിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടിതമായ അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിച്ച് ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഘമുണ്ട് ഇവിടെ. അതിന് നിങ്ങൾ സഹായിക്കണം. അതിന് നിങ്ങൾ സഹായിക്കുന്നത് നിങ്ങളുടെ പരലോകത്തേക്കുള്ള സഹായമായിരിക്കും. തൗഹീദിന്റെ കേസറ്റുകൾ, ബിദ്അത്തിനെതിരെയുള്ള കേസറ്റുകൾ എല്ലാ വീടുകളിലും എത്തട്ടെ, എല്ലാ ആളുകളും ഇതറിയട്ടെ. ഇസ്ലാമിന്റെ നിശോത്വത്തിന്റെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അമുസ്ലിങ്ങളെ ക്യാൻവാസ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, അതിന്റെ കേസറ്റുകൾ, ലഘുലേഖകൾ, പ്രസിദ്ധീകരണങ്ങൾ എല്ലാം കുവൈറ്റിലുണ്ട്. അതെല്ലാം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഒരു കാര്യമാണ് പറയാനുള്ളത്. ഒരു മാസം ഇവിടെ ദഅവത്തുമായി ബന്ധപ്പെട്ട് എനിക്കിവിടെ വരേണ്ടി വന്നു. ഇൻഷാ അല്ലാഹ് ആ മാസം തെയ്യുമ്പോൾ ഞാൻ പോകും. അത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. ഈ നാട്ടിലെ മലയാളികളോട് ജാതി മതഭേദമന്യേ അള്ളാഹുവിന്റെ ദീൻ അവരെ അറിയിക്കണം. നാളെ അവർ പറയരുത്, പടച്ചവനെ, കുവൈറ്റിൽ സംഘടിതമായ മുസ്ലിം സംഘടനാ പ്രവർത്തനങ്ങൾ നടന്നിട്ട് ഒരിക്കൽ പോലും ഒരുപാട് കൊല്ലം ഞങ്ങൾക്ക് അവരെ പരിചയമുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ട മുഖങ്ങൾ, ഞങ്ങൾ അറിഞ്ഞവർ, ഞങ്ങൾക്കറിയാവുന്നവർ, അവർ ഞങ്ങൾക്ക് ഈ ആദർശം എത്തിച്ചു തന്നില്ല. അതിന്റെ പേരിലാണ് ഞങ്ങൾ നരകാവകാശികളായി പോയത് എന്ന് നാളെ അവർ നമ്മളെ ചൂണ്ടി പറയാൻ ഒരവസരം ഉണ്ടാകരുത്. ജോലി തിരക്കിനിടയിൽ ഒരുപാട് പഠിച്ചു മനസ്സിലാക്കിയ ആളുകൾ ഈ സദസ്സിലും കുവൈറ്റിലുമുണ്ട്. എനിക്ക് തോന്നുന്നത് അറബ് നാടുകളിലെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച്, ബഹ്റൈൻ, അതുപോലെ ഖത്തർ തുടങ്ങിയ സ്ഥലങ്ങളെ അപേക്ഷിച്ച് UAE ഒരു പക്ഷേ ഉണ്ടാവാം, കുവൈറ്റിലാണ് ഏറ്റവും കൂടുതൽ ദായികളും മലയാള ഖുത്ബ നടത്താനുള്ള പള്ളികളും എല്ലാം ഉള്ള ഒരു പ്രദേശം കുവൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഖത്തീബുമാരുള്ള സ്ഥലം ഇവിടെയാണ്.
ഏറ്റവും കൂടുതൽ മദനിമാരുള്ള സ്ഥലം ഇവിടെയായിരിക്കാം. അത്രയേറെ പഠിച്ചവരുള്ള ഈ സ്ഥലത്ത് ഏറ്റവും ശക്തമായ ദഅവത്ത് നടക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ് വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്നവർ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുകയും വേറൊരാളെ ഭയപ്പെടാതിരിക്കുകയും അള്ളാഹുവാണ് നമ്മുടെ വിചാരണ ഏറ്റെടുക്കുന്നത് എന്ന ഖുർആനിക വചനം 33-ാം അധ്യായം 39-ാമത്തെ വചനം. ഇത് ഓർമ്മ വേണം. എല്ലാ ആളുകളെയും നിങ്ങൾ ചെന്ന് കാണണം. ഒരു കേസറ്റുമായി നിങ്ങൾ യാത്ര ചെയ്യുക. ഖത്തറിലുണ്ടായിരുന്നു ഒരു മൊയ്തുക്ക. അദ്ദേഹം ചെയ്തിരുന്ന പണി ഒരു ലേഖനം, ഒരു പ്രസിദ്ധീകരണം, ഒരു കേസറ്റ് മാർക്കറ്റിലൂടെ എങ്ങനെ നടന്നു പോകുമ്പോൾ മലയാളികളായ ആളുകളോട് പറയും, ഇതൊന്നും ഇവിടെ നോട്ടെ, ഞാൻ പിന്നെ എടുത്തോളാം. വെറുതെ അവിടെ വെക്കും. അവരൊന്ന് എടുത്തു നോക്കും, ഒന്ന് വായിച്ചു നോക്കും. പിന്നെ അവർ തിരിച്ചു വരുമ്പോൾ ചോദിക്കും, അല്ല ഇതൊക്കെ ഞങ്ങൾ ഈ കേസറ്റ് ഒന്ന് കേട്ടോട്ടെ. അവർ കേൾക്കും. അങ്ങനെ ഹിദായത്ത് കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. ഇന്നും ഇതൊക്കെ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. വേദനാജനകമായ ഒരു ശിക്ഷ, നഷ്ടം. മനുഷ്യരൊക്കെ തീരാ നഷ്ടത്തിലാണ്. അതേ, വിശ്വസിക്കുകയും അമല് ചെയ്യുകയും സത്യം കൊണ്ട് കൽപ്പിക്കുകയും ആ വിഷയത്തിൽ ക്ഷമിക്കുകയും ചെയ്യാൻ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ ബാക്കിയുള്ളവർക്ക് നഷ്ടത്തിലാണ്. ആ നഷ്ടത്തിൽ നമ്മൾ ചെന്നപ്പെടരുത്. ആ നഷ്ടത്തിൽ ഒരിക്കലും നമ്മൾ ഉണ്ടാകരുത്. അതുകൊണ്ട് എല്ലാവരോടും ശക്തമായ ആദർശം പറയാ. നല്ലൊരു ആദർശ കുടുംബത്തെ രൂപീകരിച്ചെടുക്കുക. അതിന് ഈ ഗ്രന്ഥത്തെ മാതൃകയാക്കുക. ഈ ഗ്രന്ഥത്തെ വിശദീകരിച്ച് ജീവിച്ച റസൂലുള്ളാഹിന്റെ ചര്യയെയും അതിനനുസരിച്ച് ജീവിച്ച സ്വഹാബത്തിനെയും മാതൃകയാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തെ എല്ലാം ഇസ്ലാമികമായി നോക്കിക്കാണാനും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആത്മാർത്ഥമായി അവരെ പഠിപ്പിച്ചു കൊടുക്കാനും അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകാനും നമ്മൾ കഠിനാധ്വാനം ചെയ്യുക. അള്ളാഹു നമ്മെ അതിന് പ്രാപ്തരാക്കി നല്ലൊരു മനസ്സ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പ്രവാചകൻ തീർത്ത ചരിത്രത്തിന്റെയും പിൻബലത്തോടെ സ്വഹാബത്തിന്റെ മാർഗം അവലംബിച്ച് സ്വർഗത്തിലേക്ക് യാത്ര തിരിക്കുന്ന മഹാസ്വാത്വികന്മാരിൽ ഉൾച്ചേരാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ വൽ അംവാത്ത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.